ജനാധിപത്യ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ദൂരവ്യാപകമായ സ്വാധീനങ്ങൾ സൃഷ്ടിച്ച രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു 1959 വിമോചന സമരം. കേരളക്കരയെ പിടിച്ചുകുലുക്കിയ വമ്പൻ ജനകീയ മുന്നേറ്റത്തിലുണ്ടായത് ചില്ലറ കോലാഹലങ്ങളല്ല. 8 പോലീസ് വെടിവെപ്പുകളായി കൊല്ലപ്പെട്ടവർ 15 പേർ. തുടർച്ചയായി അരങ്ങേറിയ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ജീവഹാനി ഉണ്ടായത് 10 പേർക്ക്. 141 ലാത്തി ചാർജുകളിലായി പരിക്കേറ്റവർ 1605 പേർ. ഏതാണ്ട് 70 ദിവസത്തോളം നീണ്ടുനിന്ന ഈ സമരത്തിന്റെ പേരിൽ തെരുവിലിറങ്ങി അറസ്റ്റ് വരിച്ചത് 1,00,000 സ്ത്രീകളടക്കം 1.25 ലക്ഷത്തോളം പേർ. എന്തിന്റെ പേരിലായിരുന്നു ഈ സമരം? ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച ഒരു സർക്കാരിനെ കാലാവധി പൂർത്തിയാക്കാതെ വലിച്ചു താഴെയിട്ട നടപടി ന്യായീകരിക്കാവുന്നതായിരുന്നു. ഇന്നേക്ക് 67 വർഷം മുമ്പ് അങ്ങനെയൊരു പ്രതിസന്ധി ആവേശിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ മുഖച്ഛായ തന്നെ ഇന്ന് കാണുമട്ടിലാകുമായിരുന്നു. ചോദ്യങ്ങൾ അങ്ങനെ പലതുമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത അധികാരത്തിലേറ്റിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക എതിരാളികൾ ചേർന്ന് വലിച്ചു താഴെയിട്ടതിൻ്റെ കഥ. വിമോചന സമരം എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച ആ ജനമുന്നേറ്റം ജനാധിപത്യ കേരളത്തിൻ്റെ രാഷ്ട്രീയ തലവര തന്നെ മാറ്റിവരച്ചതിൻ്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. കേരള ചരിത്രത്തിലെ സുപ്രധാന ദശാസന്ധികളിലൊന്നാണ് വിമോചന സമരം. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ നാടൊട്ടുക്കും അരങ്ങേറിയ നിരന്തര സമര കോലാഹലങ്ങൾക്കൊടുവിൽ കേന്ദ്രം അതിൻ്റെ സവിശേഷ അധികാരം പ്രയോഗിച്ചുകൊണ്ട് താഴെയിറക്കുകയായിരുന്നു. വിമോചന സമരത്തെക്കുറിച്ചൊരു ലക്കം ചെയ്യാൻ ഒരുമ്പിടുമ്പോൾ നേരിടുന്ന പ്രഥമ പ്രതിസന്ധി കഥ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ എപ്പിസോഡിനെ പിടിച്ചു നിർത്തണം എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിൽ നിന്ന് കഥ തുടങ്ങുകയാണ്. വല്ലാത്തൊരു കഥയുടെ ഈ ലക്കം തയ്യാറാക്കുന്നതിനായി പ്രധാനമായിട്ടും ആശ്രയിച്ചിട്ടുള്ളത് അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതിയ കമ്മ്യൂണിസ്റ്റ് ഭരണവും വിമോചന സമരവും, ഡോക്ടർ തോമസ് ഐസക് എഴുതിയ വിമോചന സമരത്തിൻ്റെ കാണാപ്പുറങ്ങൾ, NM പിയേഴ്സൺ എഴുതിയ പൂണൂലും കൊന്തയും വിമോചന സമര ചരിത്രം യാഥാർത്ഥ്യങ്ങൾ, ജോൺ കച്ചിറമറ്റം എഴുതിയ വിമോചന സമരം ഒരു ആമുഖം, KG ഗോപാലകൃഷ്ണൻ നായരുടെ വിമോചന സമരം ഒരു പഠനം, മുണ്ടശ്ശേരി മാസ്റ്ററുടെ ആത്മകഥയായിട്ടുള്ള കൊഴിഞ്ഞ ഇലകൾ, ചെറിയാൻ ഫിലിപ്പിൻ്റെ കാൽ നൂറ്റാണ്ട്, ഫാദർ വടക്കൻ്റെ ആത്മകഥയായ എൻ്റെ കുതിപ്പും കിതപ്പും, H. ഓസ്റ്റിൻ എഴുതിയ അനാട്ടമി ഓഫ് ദ കേരള കൂ എന്നീ പുസ്തകങ്ങളെയാണ്. അതിൽ തന്നെ വിമോചന സമരത്തിന് മുമ്പും പിമ്പും നടന്ന സംഭവങ്ങളുടെ ഒരു ഏകദേശ ടൈം ലൈൻ തയ്യാറാക്കുന്നതിലേക്കായി ജയശങ്കറിൻ്റെ പുസ്തകത്തെയാണ് കൂടുതലായിട്ട് പരിഗണിച്ചിട്ടുള്ളത്. വല്ലാത്തൊരു കഥയുടെ ഓരോ ലക്കത്തിനുമായി കാര്യമായ റിസർച്ച് തന്നെ നടക്കുന്നത് പ്രേക്ഷകർക്കും ധാരണയുള്ള കാര്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. ഈ ശ്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഈ സംരംഭത്തിൽ പ്രേക്ഷകരുടെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്താനുമുള്ള മെമ്പർഷിപ്പ് സംവിധാനത്തിൽ കൂടുതൽ പേർ പങ്കാളികളാകണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. ചാനലിൻ്റെ ജോയിൻ ബട്ടൺ അമർത്തി നിങ്ങളാൽ കഴിയും വിധത്തിൽ അംഗത്വമെടുക്കുക. കഥയിലേക്ക് മടങ്ങി വരാം. വിമോചന സമരത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് 1956 കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് തൊട്ടു മുമ്പ് കേരളത്തിൽ നിലനിന്നിരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കന്യാകുമാരി ക്ഷതിയടിയായി ഗോകർണാന്തമായി തെക്കുവടക്ക് നീണ്ടുപരന്നു കിടക്കുന്ന കേരളം എന്നത് ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങൾ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായ ബ്രിട്ടീഷ് മലബാർ എന്നിങ്ങനെ 3 ഖണ്ഡങ്ങളായി മുറിച്ച അവസ്ഥയിലായിരുന്നു അന്നത്തെ കേരളം. ഇന്ന് കേരളത്തിൻ്റെ ഭാഗമായ കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ ദക്ഷിണ കാനറ ജില്ലയിലായിരുന്നു അന്ന്. 1928 എറണാകുളത്ത് കൂടിയ നാട്ടുരാജ്യ പ്രജാസമ്മേളനം അംഗീകരിച്ച ഐക്യ കേരള പ്രമേയമാവണം ഏറ്റവും പഴയത്. അതേ വർഷം തന്നെ പയ്യന്നൂരിൽ നടന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സമ്മേളനവും ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചു. സർ CP രാമസ്വാമി അയ്യരടക്കം പലരും ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വേറിട്ട് സ്വതന്ത്ര തിരുവിതാംകൂർ ഉണ്ടാക്കാനുള്ള ഗൂഢാലോചനകളുമായി മുന്നോട്ട് പോയപ്പോൾ ശുദ്ധഗതിക്കാരനായ കൊച്ചി മഹാരാജാവ് ഐക്യ കേരളത്തെ അനുകൂലിച്ച് നിയമസഭയ്ക്ക് സന്ദേശം അയച്ചു. 1946 അവസാനമായപ്പോഴേക്കും KP കേശവമേനോനും K കേളപ്പനും എല്ലാം ഐക്യ കേരളത്തിൻ്റെ വക്കാലത്തുകാരായി. 1947 ഏപ്രിൽ മാസത്തിൽ തൃശ്ശൂരിൽ വെച്ച് അവർ ചേർന്ന ഒരു ഐക്യ കേരള സമ്മേളനം പൊടിപൂരമായി നടത്തി. വെട്ടേറ്റ മുറിവുമായി CP രാമസ്വാമി അയ്യർ നാടുവിട്ട് ഓടിയതോടെ ഐക്യ കേരളത്തിൻ്റെ ആദ്യത്തെ പ്രതിബന്ധം നീങ്ങി. 1949 ജൂലൈ 1-ാം തീയതി തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ച് ഒന്നായി. എന്നാൽ അപ്പോഴും ഐക്യ കേരളം അകന്നകന്നുപോയി. 1953 ഡിസംബർ 22-ന് ഫസൽ അലി ചെയർമാനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടു. പണ്ഡിറ്റ് ഹൃദയനാഥ് കുൻസ്രുവും സർദാർ KM പണിക്കരുമായിരുന്നു മറ്റംഗങ്ങൾ. 1954 ജൂണിൽ കമ്മീഷൻ കേരളത്തിലുമെത്തി തെളിവെടുപ്പ് നടത്തി. തിരുകൊച്ചിയും മലബാറും തെക്കൻ കർണാടകത്തിൻ്റെ ചില ഭാഗങ്ങളും നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരും ഊട്ടിയും കുടകും ലക്ഷദ്വീപും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് ഐക്യ കേരള കമ്മിറ്റി ചോദിച്ചത്. C. അച്യുതമേനോനും KC ജോർജുമാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് കമ്മീഷന് മുന്നിൽ തെളിവ് നൽകാൻ ചെന്നത്. തിരുകൊച്ചിയും മലബാറും കാസർഗോഡും ചേർന്ന കേരളമാണ് അവർ ആവശ്യപ്പെട്ടത്. ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്ത്രം പൂർണ്ണമായും വിജയിച്ചു.
അവർക്ക് അത്ര കണ്ട് വേരോട്ടമില്ലാത്ത തെക്കൻ താലൂക്കുകൾ പലതും മദ്രാസിലേക്ക് പോയി. പാർട്ടി ശക്തി ആർജിച്ച മലബാർ പ്രദേശം തിരുകൊച്ചിയോട് ചേർന്ന് സംസ്ഥാനത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. വോട്ടർ ഡെമോഗ്രാഫിക്സ് നോക്കുമ്പോൾ അന്നത്തെ കമ്മ്യൂണിസത്തിന്റെ ബദ്ധവേരികളായ ക്രിസ്ത്യാനികളുടെ ശതമാനം 31 നിന്ന് 24 കുറഞ്ഞു. അനുഭാവികളായ ഈഴവരുടേത് 22 നിന്ന് 26 വർദ്ധിക്കുകയും ചെയ്തു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവേശം പകരുന്ന കാര്യങ്ങളായിരുന്നു ഇവ. 1957 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കേരള സംസ്ഥാനം ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നിങ്ങനെ 4 രാഷ്ട്രീയ പാർട്ടികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. അന്ന് ആകെ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളുടെ എണ്ണം 114 ഇതിൽ 12 മണ്ഡലങ്ങൾ ദ്വയാംഗ മണ്ഡലങ്ങളായിരുന്നു. അതുകൂടി കൂട്ടുമ്പോൾ ആകെ തിരഞ്ഞെടുക്കപ്പെട്ട് എത്താൻ പോകുന്ന അംഗങ്ങളുടെ എണ്ണം 126. 86 സ്വതന്ത്രരടക്കം 406 സ്ഥാനാർത്ഥികൾ അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 65.49% അന്നത്തെ പോളിംഗ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനുവരി ആദ്യവാരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്ലീനം സമ്മേളനം ആലുവയിൽ വെച്ച് നടന്നു. കോൺഗ്രസിനെ എതിർക്കുന്നതിൽ ഇടതു പാർട്ടികൾ യോജിക്കണമെന്നും PSPയുമായി തെരഞ്ഞെടുപ്പ് ധാരണയ്ക്ക് പാർട്ടി സന്നദ്ധമാണ് എന്നുമൊക്കെ ആ സമ്മേളനത്തിൽ തീരുമാനമുണ്ടായി. എന്നാൽ PSPയും RSPയും താങ്ങാനാവാത്ത ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് മാത്രം ഒരു പ്രീപോൾ അലയൻസ് യാഥാർത്ഥ്യമാകാതെ പോയി. ഇതേ ആലുവ പ്ലീനത്തിൽ തന്നെ പാർട്ടിയുടെ പ്രകടന പത്രികയും അംഗീകരിക്കപ്പെട്ടു. ഭൂനയ പരിഷ്കാരവും അഴിമതി വിമുക്ത ഭരണവും നിർബന്ധിതമായ പ്രാഥമിക വിദ്യാഭ്യാസവുമായിരുന്നു പ്രധാന വാഗ്ദാനങ്ങൾ. കൂടുതൽ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നും പ്രകടന പത്രിക ഉറപ്പു നൽകി. അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിന് സ്വകാര്യ വിദ്യാലയങ്ങളുടെ മേൽ നിയന്ത്രണവും സംഘടനാ സ്വാതന്ത്ര്യവും അടക്കമുള്ള പല ആകർഷണീയമായ വാഗ്ദാനങ്ങളും ഇതേ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ മണ്ഡലത്തിൻ്റെയും വിശദ വിവരങ്ങളും വിവിധ പാർട്ടികൾക്കുള്ള ആക്കത്തൂക്കങ്ങളുമൊക്കെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന MN ഗോവിന്ദൻ നായർ ശേഖരിച്ചിരുന്നു. അതാത് ജില്ലാ കമ്മിറ്റികളുമായിട്ട് ആലോചിച്ചാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ചില മണ്ഡലങ്ങളെങ്കിലും വിജയസാധ്യതയുള്ള സ്വതന്ത്രരെ കണ്ടെത്താനും അവരെ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരാക്കാനും MN മുൻകൈയെടുത്തു. മന്നത്തു പത്മനാഭന്റെ പരോക്ഷവും കേരള കൗമുദി പത്രാധിപർ K സുകുമാരന്റെ പ്രത്യക്ഷവുമായിട്ടുള്ള പിന്തുണ നേടിയെടുക്കാനും അന്ന് MN സാധിച്ചു. MN ഒഴികെയുള്ള അന്നത്തെ പ്രമുഖ കമ്മ്യൂണിസ്റ്റുകളെല്ലാം തന്നെ അന്ന് തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്ക് ഇറങ്ങുന്നുണ്ട്. 126-ൽ 101 സീറ്റിലും പാർട്ടി നേരിട്ട് മത്സരിച്ചു. 18 സ്വതന്ത്രരെ പിന്തുണച്ചു. 4 PSPക്കും 2 മുസ്ലിം ലീഗിനും പിന്തുണ നൽകി. അതുവഴി ഇരു പാർട്ടികൾക്കും സ്ഥാനാർത്ഥികളില്ലാത്ത മണ്ഡലങ്ങളിൽ അവരുടെ വോട്ട് ഉറപ്പാക്കാൻ പാർട്ടിക്ക് സാധിച്ചു. 124 സീറ്റിൽ കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി. തെരഞ്ഞെടുപ്പ് നടന്ന ഒടുവിൽ വോട്ടെണ്ണേണ്ട സമയമായി. 1957 മാർച്ച് 3 ആരംഭിച്ച വോട്ടെണ്ണൽ 18 അവസാനിച്ചു. ഒടുവിൽ ഫലം പ്രഖ്യാപിച്ചപ്പോൾ ആകെയുള്ള 126 സീറ്റിൽ 60 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും 5 പാർട്ടി പിന്താങ്ങിയ സ്വതന്ത്രരും നേടി. കോൺഗ്രസിന് 43 സീറ്റും PSPക്ക് 9 സീറ്റും ലീഗിന് 8 സീറ്റും കിട്ടിയപ്പോൾ ബാക്കി വന്ന 1 കർണാടക സമിതി നേടി. RSP എന്ന പാർട്ടി പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു. കേരളം കമ്മ്യൂണിസ്റ്റുകാർക്ക് അനുകൂലമായി വിധിയെഴുതിയെങ്കിലും പാർട്ടിക്ക് തനിച്ചു ഭരിക്കാൻ വേണ്ട ഭൂരിപക്ഷം കിട്ടിയില്ല. പാർട്ടി പിന്താങ്ങിയ സ്വതന്ത്രരിൽ നിന്ന് സ്വാഭാവികമായും സഖാക്കൾ പിന്തുണ പ്രതീക്ഷിച്ചു. 9 അംഗങ്ങൾ ജയിച്ചു കയറിയ PSPക്ക് ഭരണപങ്കാളിത്തം ഉറപ്പു നൽകി അവരുടെ പിന്തുണ നേടാനും ശ്രമം നടന്നു. എന്നാൽ PSPയുടെ വൻ ഡിമാൻഡുകൾ കാരണം അത് യാഥാർത്ഥ്യമായില്ല. അതോടെ സ്വതന്ത്രരെ കൂടുതലായി ആശ്രയിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർബന്ധിതമായി. 5 സ്വതന്ത്രരിൽ 3 പേർക്ക്, അതായത് കൃഷ്ണയ്യർ, മുണ്ടശ്ശേരി, ഡോക്ടർ മേനോൻ എന്നിവർക്ക് മന്ത്രിസ്ഥാനം ഉറപ്പുകൊടുത്തു. 60 കമ്മ്യൂണിസ്റ്റ് പാർട്ടി MLA-മാരിൽ നിന്ന് 8 മന്ത്രിമാർ, 5 സഹയാത്രികരിൽ നിന്ന് 3 പേരും. അങ്ങനെ കടിച്ചുപിടിച്ച് 65 MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ച ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി EMSന്റെ നേതൃത്വത്തിൽ ഗവർണർ B രാമകൃഷ്ണറാവുവിനെ ചെന്നുകണ്ട് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. അങ്ങനെ രാജ്യത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ യാഥാർത്ഥ്യമായി. 1957 ഏപ്രിൽ 5 കൂടിയ പ്രഥമ കേരള മന്ത്രിസഭയുടെ ആദ്യത്തെ ക്യാബിനറ്റ് യോഗം സുപ്രധാനമായ പല തീരുമാനങ്ങളും കൈക്കൊണ്ടു. അവയിലൊന്ന് ജയിൽവാസം അനുഷ്ഠിക്കുന്ന രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാനും വധശിക്ഷകൾ ജീവപര്യന്തമായി ഇളവ് ചെയ്യാനുമായിരുന്നു. പരിയാരം, ഇടപ്പള്ളി, കൂത്താട്ടുകുളം തുടങ്ങിയ പല കേസുകളിലും ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് അതോടെ മോചനം നേടാനായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാനത്താകെ അക്രമവും അരാജകത്വവും അഴിച്ചുവിട്ടിരിക്കുകയാണ് എന്നും അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ക്രിമിനലുകളെ ജയിൽ മോചിതരാക്കുന്നതും കൊലപ്പുള്ളികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതുമെന്ന് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന PT ചാക്കോ സഭയിൽ ആഞ്ഞടിച്ചു. രാഷ്ട്രീയ തടവുകാരുടെ മോചനത്തെക്കാൾ വലിയ കോളിളക്കമുണ്ടാക്കിയ നടപടി വധശിക്ഷകൾ ജീവപര്യന്തമാക്കിയതായിരുന്നു. അതിനെതിരെ മെയ് 9 കേരള നിയമസഭയിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം വരുന്നു. എന്നാൽ അത് വിജയിക്കുന്നില്ല. നേരിയ ഭൂരിപക്ഷത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലേറിയതിനു പിന്നാലെ തന്നെ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു. കുളത്തുങ്കൽ പോത്തനെ പോലെ ചില കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ അതിനുവേണ്ടി കാശെറിഞ്ഞ് അണിയറയിൽ ഗൂഢാലോചനകൾ നിരവധി നടത്തി. 126 അംഗ നിയമസഭയിൽ 60 പാർട്ടിക്കാരുടെയും 5 സ്വതന്ത്രരുടെയും അടക്കം 65 പേരുടെ പിന്തുണയെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കുള്ളൂ. അതിൽ തന്നെ സ്പീക്കറെ ഒഴിവാക്കിയാൽ ബാക്കി 64.
ഒറ്റപ്പാലം MLA കുഞ്ഞുണ്ണി നായർ ക്ഷയരോഗബാധയാൽ അവശനായിരുന്നു. സഭാതലത്തിൽ നിർണായകമായ വോട്ടിങ്ങുകൾ നടക്കുമ്പോൾ അദ്ദേഹത്തെ ക്ലിഫ് ഹൗസിൻ്റെ ഔട്ട് ഹൗസിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച് വോട്ടിംഗ് സമയം അടുക്കുമ്പോൾ താങ്ങി പിടിച്ചെടുത്ത് ഫ്ലോറിൽ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ചു മടങ്ങുകയാണ് പതിവ്. 2 അംഗങ്ങൾ മറുകണ്ഠം ചാടിയാൽ ആ മന്ത്രിസഭ നിലം പതിക്കും. സഭയിലെ സ്വതന്ത്രരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തന്നെ ദുർബലരെയും എല്ലാം നേരിൽ ചെന്നു കണ്ട് പല മോഹന വാഗ്ദാനങ്ങളും നൽകി അവരെ കൊണ്ട് കാലുവാരിക്കാനുള്ള പരിശ്രമങ്ങൾ പലതും അണിയറയിൽ നടന്നിട്ടും അതൊന്നും വിജയം കണ്ടില്ല. അതോടെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ അട്ടിമറിക്കാൻ മറ്റു മാർഗങ്ങൾ ആരായാൻ ഉപജാപക വൃന്ദം നിർബന്ധിതരായി. നിയുക്ത മന്ത്രിസഭ നേരിട്ട ആദ്യത്തെ പ്രതിസന്ധികളിലൊന്ന് കാട്ടാമ്പിള്ളി ഭൂസമരമായിരുന്നു. കണ്ണൂരിന് 3 നാഴിക കിഴക്കാണ് കാട്ടാമ്പിള്ളി. അവിടെ ജയിൽ പുറമ്പോക്ക് എന്നറിയപ്പെടുന്ന ഉദ്ദേശം 3 ഏക്കർ തരിച്ചു ഭൂമിയുണ്ടായിരുന്നു. സ്ഥലത്തെ കോൺഗ്രസ് പ്രമുഖരുടെ ഒത്താശയോടെ അവിടെ 9 ഹരിജൻ കുടുംബങ്ങൾ പുറമ്പോക്ക് കയ്യേറി കുടിൽ കെട്ടി. അപ്പോൾ കോൺഗ്രസുകാരുടെ ഭരണമായിരുന്നതുകൊണ്ട് തഹസിൽദാർ ആ കയ്യേറ്റം കണ്ടെന്ന് ഭാവിച്ചില്ല. എന്നാൽ 57 കോൺഗ്രസ് മാറി കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നപ്പോൾ തഹസിൽദാർ വീണ്ടും പത്തി വിടർത്തി. മേലാവിലേക്ക് റിപ്പോർട്ട് പോയി. ഉടനടി കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ സമക്ഷത്തിൽ നിന്ന് ഉത്തരവായി. കെ കുഞ്ഞമ്പുവിനെ പോലെ പല ഹരിജൻ യുവാക്കളും ഈ സമരത്തിന്റെ മുൻനിരയിൽ നിന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കുടിയിറക്കം ഒഴിവാക്കില്ല എന്ന സാഹചര്യം വന്നു. പോലീസ് നടപടികൾ പലതവണ കുടിലുകൾ പൊളിക്കുന്നതിലേക്ക് എത്തിയപ്പോൾ അന്നത്തെ അറിയപ്പെടുന്ന PSP നേതാവ് PR കുറുപ്പിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പ്രക്ഷോഭം ആരംഭിച്ചു. 1957 നവംബർ 11 PM കുഞ്ഞിരാമൻ നമ്പ്യാർ, PR കുറുപ്പ്, അരങ്ങിൽ ശ്രീധരൻ, NK ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 5000-ഓളം പേർ ഘോഷയാത്രയായി കാട്ടാമ്പിള്ളിയിലേക്ക് നീങ്ങി. ജയിൽ പുറമ്പോക്ക് ഭൂമിയിൽ RTOയും പോലീസ് ബന്ദോബസ്തിന് MSP സംഘവും തയ്യാറായിരുന്നു. ജാഥയിൽ പങ്കെടുത്ത നേതാക്കൾ സകലർക്കും അന്ന് പൊതിരെ തല്ലുകിട്ടി. കാട്ടാമ്പിള്ളിയിൽ വെടിവെപ്പ്, PR കുറുപ്പ് മരണശയ്യയിൽ എന്ന വാർത്ത കാട്ടുതീ പോലെ പരന്നു. കണ്ണൂരും പാനൂരും കടകൾ അടഞ്ഞു. പരിപൂർണ ഹർത്താൽ. കുറുപ്പടക്കമുള്ള നേതാക്കളെ ദിവസങ്ങളോളം നീണ്ട ആശുപത്രിവാസത്തിന് ശേഷം ജയിലിലേക്ക് പറഞ്ഞുവിട്ടു. പ്രശ്നം അതിനിടെ സഭയിലും ചർച്ചയായി. കോൺഗ്രസിലെ TK ബാവയാണ് വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത്. എന്തായാലും കോലാഹലങ്ങൾക്കൊടുവിൽ ഡിസംബർ 14 സമരം ഒത്തുതീർപ്പായി. കാട്ടാമ്പിള്ളി പുറമ്പോക്ക് ഹരിജൻ കോളനിക്കായി വിട്ടുകൊടുക്കപ്പെട്ടു. ആ സമരം വിജയിച്ചു. വിമോചന സമരത്തിലേക്ക് നയിച്ച ഒരു പ്രധാന പ്രശ്നം വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു. എന്നാൽ അതിൻ്റെ തുടക്കം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അല്ലായിരുന്നു എന്ന് മാത്രം. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പും ശേഷവും തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഭേദമന്യേ സ്കൂൾ വാദ്യാന്മാരുടെ കാര്യം വലിയ പരുങ്ങല്ലായിരുന്നു. തോന്നുംപടി ശമ്പളം, അകാരണമായിട്ടുള്ള പിരിച്ചുവിടൽ, യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവുമില്ലാത്ത വീർപ്പുമുട്ടുന്ന അവസ്ഥ. ഒടുവിൽ തിരുവിതാംകൂർ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ക്രിസ്ത്യാനികൾക്കുള്ള കുത്തക അവസാനിപ്പിക്കാൻ ദിവാൻ സർ CP ഒരു അടവ് പ്രയോഗിച്ചു. 1945 സെപ്റ്റംബർ 12 പുതിയ വിദ്യാഭ്യാസ ബിൽ അവതരിപ്പിച്ചു. അതിൻ പ്രകാരം പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതവും സൗജന്യവുമാക്കാനും തീരുമാനമായി. അതിനായി പ്രാഥമിക വിദ്യാഭ്യാസത്തിന് മുഴുവൻ ചുമതലയും നിയന്ത്രണവും സർക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപനം വന്നു. പൊതുജനങ്ങളുടെ സംഭാവനകൾ കൊണ്ട് നിർമ്മിച്ച വിദ്യാലയങ്ങൾ വേണ്ടി വന്നാൽ സർക്കാർ ഏറ്റെടുക്കാനും മതപ്രചാരണത്തിനുള്ള മറയായി നടത്തപ്പെടുന്ന പ്രാഥമിക വിദ്യാലയങ്ങൾക്കുള്ള സർക്കാർ സഹായധനം റദ്ദാക്കുമെന്നുമൊക്കെ അദ്ദേഹം അറിയിച്ചു. സ്വാഭാവികമായും ഈ പുതിയ നടപടിയിൽ ക്രിസ്ത്യാനികൾ തികച്ചും പ്രകോപിതരായി. PT ചാക്കോ ഈ ബില്ലിനെ തുറന്നെതിർക്കുകയും CPക്ക് ഒരു തുറന്ന കത്ത് തന്നെ അയച്ചു വിടുകയും ചെയ്തു. 1945 സെപ്റ്റംബർ 8 കൊല്ലത്ത് നടന്ന സ്റ്റേറ്റ് കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിൽ C കേശവൻ പുതിയ വിദ്യാഭ്യാസ നയത്തെ എതിർത്തുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചു. കുമ്പളത്ത് ശങ്കുപിള്ള അതിന് പിന്താങ്ങി. അന്നത്തെ ചങ്ങനാശ്ശേരി മെത്രാൻ മാർ ജെയിംസ് കാളാശ്ശേരി ഒരു ഇടയലേഖനം പുറപ്പെടുവിച്ചും ഇതേ ബില്ലിനെ അപലപിച്ചു. 15 വകുപ്പുകളോട് കൂടിയ തിരുവിതാംകൂർ പ്രൈമറി വിദ്യാഭ്യാസ നിയമം 1945 ഒക്ടോബർ 8 പാസ്സാക്കപ്പെട്ടുവെങ്കിലും അത് പൂർണ്ണമായും നടപ്പിലാക്കപ്പെടും മുമ്പ് മൂക്കിന് വെട്ടുകെട്ടി സർ CPക്ക് നാട് വിട്ട് ഓടേണ്ടി വന്നു. എന്നാലും പിന്നീടുള്ള കുറഞ്ഞൊരു കാലം കൊണ്ട് ക്രിസ്തീയ സഭകൾക്കുള്ള സ്കൂളുകൾക്ക് ആനുപാതികമായി NSSനും SNDPക്കും ഒട്ടേറെ സ്കൂളുകൾ അനുവദിച്ചു കിട്ടി. ഹിന്ദു മാനേജ്മെൻറ്റുകൾക്ക് ചങ്ങനാശ്ശേരിയിലും കൊല്ലത്തും ആലപ്പുഴയിലുമെല്ലാം സ്വകാര്യ കോളേജുകൾ അനുവദിക്കപ്പെടുന്നതും ഇക്കാലത്ത് തന്നെ. കേരളത്തിൽ എന്നല്ല ലോകത്തിൽ തന്നെ കമ്മ്യൂണിസത്തെ ഏറ്റവും അധികം എതിർത്തിട്ടുള്ളത് കത്തോലിക്ക സഭയായിരിക്കും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത് എന്നും മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നുമൊക്കെ പറഞ്ഞു വന്നാൽ എങ്ങനെ അവർക്ക് അംഗീകരിക്കാനാവും? 57 ഇലക്ഷൻ പ്രചാരണ സമയത്തും കത്തോലിക്ക സഭയും ദീപിക പത്രവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്താവനകളും ലേഖനങ്ങളുമായി രംഗത്തെത്തി. ഫെബ്രുവരി 5 പാലാ സെൻറ് തോമസ് കോളേജിൽ പ്രസംഗിക്കവേ എറണാകുളം മെത്രാൻ മാർ ജോസഫ് പാറേക്കാട്ടിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. നമുക്ക് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ 3 അവകാശങ്ങളാണ്. 1 മനസാക്ഷി സ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും. 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം. 3 സർക്കാർ സർവീസിൽ ശരിയായ പ്രാതിനിധ്യം. ഫെബ്രുവരി 8 പുറത്തിറങ്ങിയ ദീപിക പത്രത്തിൻ്റെ മുഖപ്രസംഗം കമ്മ്യൂണിസ്റ്റ് വിപത്ത് തടയണം എന്നായിരുന്നു. ഇതിനൊക്കെയുള്ള മറുപടി എന്ന മട്ടിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന വർഗീസ് വൈദ്യൻ സഭയെയും ദീപികയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തി.
നേരത്തെ പാർട്ടിക്ക് സ്വാധീനമില്ലാതിരുന്ന ചങ്ങനാശ്ശേരിയിൽ ഇപ്പോൾ ചെങ്കൊടി പാറുന്നുണ്ട് എന്നും വേണ്ടി വന്നാൽ കത്തീഡ്രലിലും അത് പാറിക്കുമെന്നും അദ്ദേഹം പ്രസംഗിച്ചതായി ദീപിക റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അദ്ദേഹം തന്നെ പിന്നീട് ഞാനങ്ങനെ പ്രസംഗിച്ചിട്ടേ ഇല്ല എന്ന് ഇത് നിഷേധിക്കുന്നുണ്ട്. 1957 കേരളത്തിൽ ആകെ ഉണ്ടായിരുന്നത് 10,079 സ്കൂളുകളായിരുന്നു. അതിൽ 2,120 എണ്ണം സർക്കാർ സ്കൂളുകളാണ്. 7,809 എണ്ണം എയ്ഡഡ് മേഖലയിലും ശേഷിച്ച 150 എണ്ണം അൺഎയ്ഡഡ് മേഖലയിലുമായിരുന്നു. ഈ സ്കൂളുകളിൽ 2,000-ഓളം എണ്ണമെങ്കിലും ക്രിസ്തീയ മാനേജ്മെന്റുകളുടെ കീഴിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സർക്കാർ ഗ്രാന്റ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ വ്യവസ്ഥിതിയിൽ സമ്പൂർണ്ണമായ അഴിച്ചുപണി ഉണ്ടാകുമെന്നും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കുമെന്നുമൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടന പത്രികാ വാഗ്ദാനം പട്ടക്കാരെ തുറച്ചു നോക്കി. വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിച്ച മുണ്ടശ്ശേരി മാസ്റ്ററും സഭയും തമ്മിൽ അല്ലെങ്കിലേ രസക്കേടിലാണ്. ഏപ്രിൽ 11 പുതിയൊരു വിദ്യാഭ്യാസ ബിൽ താൻ കൊണ്ടുവരുമെന്ന് അദ്ദേഹം സഭയിൽ പറഞ്ഞതോടെ തുറന്നൊരു ഏറ്റുമുട്ടലിനുള്ള വഴി തെളിഞ്ഞു. വലതുപക്ഷ പത്രങ്ങൾ കിട്ടാവുന്ന വടികൾ കൊണ്ടെല്ലാം EMS സർക്കാരിനെ പ്രഹരിച്ചു തുടങ്ങി. കത്തോലിക്കരെ ഇല്ലാതാക്കാൻ ഉരുമ്പിട്ടിറങ്ങിയവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന ധ്വനിയോടുകൂടി ഒരു ലേഖനം ഏപ്രിൽ 17 ദീപികയിൽ അച്ചടിച്ചു വന്നു. അതുകൊണ്ടും മരിശൻ തീരാഞ്ഞ് ഏപ്രിൽ 25 പുറത്തു വന്ന ദീപിക പത്രത്തിൽ ബെട്രാൻഡ് റസലിന്റെ ഞാൻ എന്തുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന ലേഖനം അവർ തർജ്ജമ ചെയ്തും പുറത്തിറക്കി. അതിനു മുമ്പ് ഞാൻ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനി അല്ല എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ അച്ചടിച്ച് പുറത്തിറക്കിയ ഒന്നാന്തരം നാസ്തികനാണ് റസൽ പ്രഭു എന്നത് പത്രാധിപരെ അപ്പോൾ അലട്ടിയതേയില്ല. ദീപികയ്ക്ക് മറുപടി കൊടുത്തത് ജനയുഗമാണ്. ഏപ്രിൽ 21 ഇറങ്ങിയ ജനയുഗത്തിലെ മുഖപ്രസംഗം നിരാശയിൽ നിന്നുള്ളതായ പ്രതികാരബോധം ഉപേക്ഷിച്ച് ക്രിസ്തീയമായ സഹിഷ്ണുത കൂടുതൽ കാണിക്കാൻ കത്തോലിക്ക പള്ളി തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചു. അടുത്ത ദിവസം തന്നെ ദീപിക അതിന് മറുപടിയും കൊടുത്തു. ഇന്ത്യൻ പൗരന്മാർക്ക് ഭരണഘടനാ മൗലികാവകാശങ്ങൾ ഹനിക്കുന്നൊരു നയമാണ് മുണ്ടശ്ശേരി പ്രഖ്യാപിച്ചത് എന്നും മുണ്ടശ്ശേരിയുടെ ഈ പോക്കിനെ മുളയിലേ നുള്ളുന്നതാണ് നാടിൻ്റെ സമാധാനപരമായിട്ടുള്ള പുരോഗതിക്ക് നല്ലത് എന്നുമായിരുന്നു ദീപിക ജനയുഗത്തിന് നൽകിയ ഉപദേശം. മുണ്ടശ്ശേരിയുടെ നയത്തിനെതിരെ കത്തോലിക്ക മെത്രാന്മാർ മെയ് 28 വരാപ്പുഴ മെത്രാൻ അരമനയിൽ ഒരു യോഗം ചേർന്ന് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. പ്രൈവറ്റ് വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കാനുള്ള നീക്കം ഒട്ടും സ്വാഗതാർഹമല്ല. ഭരണഘടനയുടെ 4-ാം പാട്ടിൻ്റെ 45-ാം വകുപ്പിന് മറപിടിച്ച് സ്കൂൾ നടത്താനുള്ള അവകാശം നിഷേധിക്കുകയാണെങ്കിൽ അത് 3-ാം പാട്ടിൻ്റെ 30-ാം വകുപ്പിൽ അനുവദിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമായിരിക്കും. വിദ്യാഭ്യാസം സ്റ്റേറ്റിൻ്റെ കുത്തകയാക്കാനുള്ള ഏത് ശ്രമത്തെയും സർവ്വശക്തിയും ഉപയോഗിച്ച് എതിർക്കാൻ സഭ നിർബന്ധിതമാകുമെന്ന് ആ സംയുക്ത പ്രസ്താവനയിൽ അടിവരയിട്ട് പറഞ്ഞിരുന്നു. ജൂൺ 6 കൂടിയ മാർത്തോമ സഭാ കൗൺസിലും വരാൻ പോകുന്ന വിദ്യാഭ്യാസ ബില്ലിനെ മുൻകൂറായി വിമർശിച്ചു. ഗുരുമാഴ്ചകളിൽ മലങ്കര കത്തോലിക്ക സഭയും CSA മധ്യമേഖലാ കൗൺസിലും സമാനമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ക്രൈസ്തവ സഭകൾ മത്സരിച്ചിങ്ങനെ വിദ്യാഭ്യാസ ബില്ലിനെ എതിർക്കവേ ജൂൺ 20 ദേശബന്ധു പത്രം ഒരു വെടിപൊട്ടിച്ചു. NSSും SNDPയും ബില്ലിനെ അനുകൂലിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയാകെ പടിപടിയായി ദേശസാൽക്കരിക്കണമെന്നാണത്രേ ഇവരുടെ അഭിപ്രായം. എന്തായാലും ഊഹാപോഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് 1957 ജൂലൈ 7 വിദ്യാഭ്യാസ ബിൽ പ്രസിദ്ധപ്പെടുത്തി. 39 വകുപ്പുകളും 3 ഭാഗങ്ങളുമുള്ള ബില്ലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനവും മെച്ചപ്പെട്ട സംഘടനയും മാത്രമാണ് എന്ന് അതിൽ പ്രഖ്യാപിച്ചിരുന്നു. പിറന്നു വീഴും മുമ്പ് തന്നെ വിവാദത്തിന് വിഷയമായ ബില്ലിലെ വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നുവെന്ന് നോക്കാം. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കും. സ്വകാര്യ സ്കൂളുകളിൽ മാനേജർമാർ പിരിക്കുന്ന ഫീസ് മുഴുവൻ ഖജനാവിൽ നേരിട്ടടയ്ക്കണം. അധ്യാപകർക്കുള്ള ശമ്പളം സർക്കാർ നേരിട്ടോ സ്കൂളുകൾ വഴിയോ നൽകുന്നതായിരിക്കും. പബ്ലിക് സർവീസ് കമ്മീഷൻ നേരിട്ട് നടത്തുന്ന പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാത്രമേ ഇനി അധ്യാപക നിയമനം പാടുള്ളൂ. സർക്കാർ സ്കൂൾ അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ, അതായത് പെൻഷൻ, പ്രൊവിഡൻറ്റ് ഫണ്ട് തുടങ്ങിയവ ഇനി എയ്ഡഡ് അധ്യാപകർക്കും ബാധകമാക്കും. പൊതുതാൽപര്യം മുൻനിർത്തി നോട്ടീസോടെയോ അടിയന്തര ഘട്ടങ്ങളിൽ അല്ലാതെയോ ആയി 5 വർഷത്തിൽ കവിയാതെയുള്ള കാലയളവിൽ സർക്കാരിന് സ്കൂൾ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കാം. തക്കതായ നഷ്ടപരിഹാരം നൽകി സ്കൂളുകൾ സർക്കാരിന് വേണമെങ്കിൽ ശാശ്വതമായും ഏറ്റെടുക്കാം. ചുരുക്കത്തിൽ സ്കൂൾ മാനേജർമാർ അന്നുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ദൈവദത്തമായ അവകാശങ്ങളുടെ എല്ലാം കടക്കൽ കത്തിവെക്കുന്ന ഒന്നായിരുന്നു ആ ബില്ല് എന്നർത്ഥം. സഭയിലെ കോൺഗ്രസ് ബെഞ്ച് ഈ ബില്ലിനെ നഖശിഖാന്തം എതിർത്തു. ബില്ല് പിൻവലിക്കുകയോ പൊതുജനാഭിപ്രായത്തിന് വിടുകയോ വേണമെന്ന് PT ചാക്കോ അഭിപ്രായപ്പെട്ടപ്പോൾ ഇതൊരു നാസി മോഡൽ ബില്ലാണ് എന്ന് CH മുഹമ്മദ് കോയയ്ക്ക് തോന്നി. മുണ്ടശ്ശേരിയുടെ ബില്ലിൽ വിദ്യാഭ്യാസമില്ല, കുറേ വിദ്യകളും അഭ്യാസങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് വന്ധ്യവയോധികനും നിവർത്തന സമരാചാര്യനുമായ IC ചാക്കോ പറഞ്ഞു വച്ചു. ബില്ല് പ്രസിദ്ധീകരിച്ച ഉടനെ എല്ലാവരും അറിയാൻ ആഗ്രഹിച്ച അഭിപ്രായം മന്നത്ത് പത്മനാഭൻ്റേതായിരുന്നു. എന്നാൽ ബില്ലിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അഭിപ്രായം പിന്നീട് പറയുന്നതാണ് എന്നുമായിരുന്നു മന്നത്തിൻ്റെ അന്നത്തെ മറുപടി. ബില്ലിനെതിരെ ചന്ദ്രഹാസം ഇളക്കി നടന്ന കത്തോലിക്കർക്ക് പക്ഷേ അപ്രതീക്ഷിതമായ മറ്റൊരു കേന്ദ്രത്തിൽ നിന്ന് പിന്തുണ കിട്ടി. കുമ്പളത്ത് ശങ്കുപിള്ള, CPA വെട്ടാൻ KCS മണിക്ക് പ്രചോദനം നൽകിയ അതേ ഭീകരൻ. കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലേറിയ പാടെ ചവറ മധുസൂദനൻ പിള്ള കൊലപാതക കേസിലെ പ്രതി വാസുപിള്ളയെ തൂക്കുമരത്തിൽ നിന്ന് രക്ഷിച്ചത് അദ്ദേഹത്തിന് സഹിച്ചില്ല. തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും മുമ്പ് പല മന്ത്രിസഭകളും പൊളിച്ച തനിക്ക് ഇനി കേരള മന്ത്രിസഭയും പൊളിക്കാം എന്ന് തെളിയിക്കാനുമാകാം
കുമ്പളം വിദ്യാഭ്യാസ ബില്ലിനെതിരെ അതിശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചു. മുണ്ടശ്ശേരിയുടെ വൈരനിര്യാതന ബുദ്ധിയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും മുളച്ചു പൊന്തിയതാണ് ഈ പുതിയ വിദ്യാഭ്യാസ ബില്ല്. രാജ്യസ്നേഹികളായ എല്ലാ നല്ലവരായ നാട്ടുകാരും ഈ ബില്ലിനെ വീറോടെ എതിർക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിദ്യാഭ്യാസ ബില്ലിനെതിരെ ദീപിക അടക്കമുള്ള പത്രങ്ങൾ തുടർച്ചയായ മുഖപ്രസംഗങ്ങൾ പ്രസിദ്ധീകരിച്ചു. ക്രിസ്തീയ പുരോഹിത മേധാവിത്വത്തിന്റെ പ്രേരണയിൽ പ്രതിഷേധ പ്രകടനങ്ങളും നിരവധി അരങ്ങേറി. ഈ കോലാഹലങ്ങൾക്കിടയിൽ 1957 ജൂലൈ 13 വിദ്യാഭ്യാസ മന്ത്രി മുണ്ടശ്ശേരി മാസ്റ്റർ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. പ്രതിഷേധ സൂചകമായി ദീപിക പത്രം അന്ന് വിദ്യാഭ്യാസ ബിൽ ഇന്ന് അവതരിപ്പിക്കുന്നു എന്ന തലക്കെട്ടോടെ അവരുടെ എഡിറ്റോറിയൽ കോളം ശൂന്യമാക്കിയിട്ടു. ജൂലൈ 14 എറണാകുളത്തും കൊല്ലത്തുമൊക്കെ പ്രതിഷേധ റാലികൾ ഇരമ്പി. വമ്പിച്ച പൊതുയോഗങ്ങൾ നടന്നു. കൊല്ലത്ത് കുമ്പളം മുണ്ടശ്ശേരിക്കും നിയമമന്ത്രി വായാടി കൃഷ്ണയ്യർക്കുമെതിരെ ഉഗ്രൻ പ്രസംഗങ്ങൾ നടത്തി. അന്ന് വൈകിട്ട് തന്നെ തിരുവനന്തപുരത്ത് കൂടിയ KPCC എക്സിക്യൂട്ടീവ് വിദ്യാഭ്യാസ ബില്ലിൽ പ്രതിഷേധിച്ചു. ജൂലൈ 20 നിയമസഭ വിദ്യാഭ്യാസ ബിൽ സെലക്ട് കമ്മിറ്റിക്ക് അയച്ചു. വരും ദിവസങ്ങളിലും ബില്ലിനെതിരായ പ്രതിഷേധങ്ങൾ തുടർന്നുപോയി. ജൂലൈ 22 ആലപ്പുഴയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ മന്ത്രി TV തോമസിന്റെ സഹോദരൻ TV ചാക്കോ പങ്കെടുത്തത് വലിയ വാർത്തയായി. വിദ്യാഭ്യാസ ബിൽ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് എന്ന് KSP നേതാവ് മത്തായി മാഞ്ഞൂരാൻ അഭിപ്രായപ്പെട്ടു. കത്തോലിക്കനായി ജനിച്ച് സകല സൗജന്യങ്ങളും അനുഭവിച്ച് കത്തോലിക്ക സ്ഥാപനത്തിൽ പഠിച്ച് ദീർഘകാലം അവിടെ പഠിപ്പിച്ചതിൻ്റെ കൃതജ്ഞത പ്രകടിപ്പിച്ചതാണോ മുണ്ടശ്ശേരി എന്നും മാഞ്ഞൂരാൻ ചോദിച്ചു. വിദ്യാഭ്യാസ ബില്ലിനെതിരെ ഓഗസ്റ്റ് 26 തിരുവനന്തപുരത്ത് 10,000 പങ്കെടുത്ത വമ്പൻ പ്രകടനം നടന്നു. കുമ്പളത്ത് ശങ്കുപിള്ള, പൊന്നറ ശ്രീധർ, ഉള്ളൂർ ഗോപി, ഫാദർ വടക്കൻ, സർദാർ ചന്ദ്രോത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആ പ്രകടനം. നിരവധി പാതിരിമാരും കന്യാസ്ത്രീകളും അന്ന് ആ പ്രകടനത്തിൽ പങ്കെടുത്തു. ഇതിനിടയിൽ സെലക്ട് കമ്മിറ്റി പലയിടത്തായി തെളിവെടുപ്പുകൾ നടത്തി. ഒടുവിൽ ഓഗസ്റ്റ് 27 അതിൻ്റെ റിപ്പോർട്ട് സഭയിൽ വെച്ചു. ഏതാണ്ട് 1000-ഓളം ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെട്ടിരുന്നുവെങ്കിലും മിക്കവാറും എല്ലാം തള്ളിപ്പോയി. സുദീർഘമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ സെപ്റ്റംബർ 2 ഈ ബില്ല് പാസ്സായി. ഇനി ഗവർണർ കൂടി തുല്യം ചാർത്തിയാലേ ബില്ല് നിയമമാകൂ. ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരം ഒന്നുകിൽ ഗവർണർക്ക് ബില്ല് ഒപ്പിടാം, അല്ലെങ്കിൽ മടക്കി അയക്കാം, അതുമല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാം. സെപ്റ്റംബർ 19 സംസ്ഥാനത്തെ പ്രമുഖ മതമേലധ്യക്ഷർ പലരും ചേർന്ന് ഗവർണർ രാമകൃഷ്ണ റാവുവിനെ ചെന്നുകണ്ട് വിദ്യാഭ്യാസ ബില്ലിന് അംഗീകാരം കൊടുക്കരുത് എന്ന് അഭ്യർത്ഥിച്ചു. സെപ്റ്റംബർ 2 സഭ പാസാക്കിയ വിദ്യാഭ്യാസ ബില്ലും സെപ്റ്റംബർ 19 മെത്രാന്മാർ നൽകിയ നിവേദനവും കൂലങ്കഷമായി പഠിച്ച ശേഷം ഗവർണർ രാമകൃഷ്ണ റാവു ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു. ഈ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു. ഡിസംബർ 26 രാഷ്ട്രപതി ഇക്കാര്യം സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിന് വിട്ടു. കോടതി കേരള സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു. തൽപര കക്ഷികൾക്ക് നടപടിയിൽ കക്ഷി ചേരാനും അനുവാദം നൽകി. ഈ വിഷയത്തിലെ പ്രധാന സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം തന്നെ അന്ന് കൊലകൊമ്പന്മാരായിട്ടുള്ള അഭിഭാഷകരെ തങ്ങളുടെ പക്ഷം വാദിക്കാൻ വേണ്ടി ഏർപ്പാടാക്കി. കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ MC സെറ്റിൽവാദ്, സോളിസിറ്റർ ജനറൽ CK ദഫ്തരി, അഡീഷണൽ സോളിസിറ്റർ ജനറൽ HN സന്യാൽ എന്നിവർ ഹാജരായപ്പോൾ കേരള സർക്കാരിന് വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് DN പ്രിറ്റ് എന്നു പേരുള്ള ഒരു ബാരിസ്റ്ററെ തന്നെ ഇറക്കി. അഡ്വക്കേറ്റ് CM കുരുവിള ഇവിടെ അദ്ദേഹത്തെ സഹായിച്ചു. പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ, ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ആക്ഷൻ കൗൺസിൽ, ഓൾ കേരള പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ, കാത്തലിക് യൂണിയൻ ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ ജമായത്ത് ഉലമായ ഹിന്ദ്, ഓൾ ഇന്ത്യ ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻ, മുസ്ലിം ലീഗ്, സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ, സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്നിവരും ഈ കേസിൽ വഴിയെ കക്ഷി ചേർന്നു. അവർക്ക് വേണ്ടിയും എണ്ണം പറഞ്ഞ വക്കീലന്മാർ കോടതി സമക്ഷം വാദിക്കാനെത്തി. ചീഫ് ജസ്റ്റിസ് SR ദാസിന്റെ നേതൃത്വത്തിൽ ഏറ്റവും സീനിയറായിട്ടുള്ള 7 ജഡ്ജിമാരടങ്ങിയ പാനലാണ് അന്ന് സുപ്രീം കോടതിയിൽ ഈ കേസ് കേട്ടത്. ഒരു ഭിന്നാഭിപ്രായ വിധിയിലേക്കാണ് അന്ന് കോടതി എത്തിച്ചേരുന്നത്. രാഷ്ട്രപതിയുടെ റഫറൻസിന്മേലുണ്ടായ ആ സുപ്രീം കോടതി വിധി വമ്പിച്ച വിജയമായിട്ടാണ് മാനേജർമാരും അവർ പിന്തുണയ്ക്കുന്നവരും അന്ന് കൊണ്ടാടിയത്. ശ്രീരാമനെ പ്രേമിക്കാൻ പോയ ശൂർപ്പണകയെ പോലെ മൂക്കും മുലയും ഛേദിക്കപ്പെട്ട ബില്ലാണ് തിരികെ വന്നിട്ടുള്ളത് എന്ന് CH മുഹമ്മദ് കോയ ആക്ഷേപിച്ചു. എണ്ണത്തിൽ നന്നേ കുറവായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ സ്കൂളുകൾക്കല്ലാതെ സത്യത്തിൽ ഈ സുപ്രീം കോടതി വിധി മറ്റാർക്കും ഒരു ഗുണവും ചെയ്തില്ല. ഈ ഒരു അപ്പീൽ കൊണ്ട് സ്കൂളുകൾ സർക്കാർ ഏറ്റെടുക്കൽ എന്ന നടപടിയിൽ നിന്ന് ഒഴിവായതൊഴിച്ചാൽ മാനേജറുടെ നേരത്തെ നമ്മൾ പറഞ്ഞ ദൈവദത്തമായ അധികാരങ്ങൾ പലതും അവർക്ക് നഷ്ടപ്പെട്ടു. ലീഗലി പോകാവുന്നതിൻ്റെ പരമാവധി പോയി ഒടുവിൽ ഭരണഘടന കൂടി കൈവിട്ടതോടെ പിന്നെ 19ാമത്തെ അടവെന്ന നിലയ്ക്ക് സമരം തുടങ്ങുകയല്ലാതെ കത്തോലിക്ക സഭയുടെ മുന്നിൽ മറ്റൊരു വഴിയും ഇല്ലാതെയായി. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് പിന്നാലെ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും യാതൊരു സുരക്ഷയും ഇല്ലാതായിരിക്കുന്നു എന്നൊരു വികാരം ഫാദർ ജോസഫ് വടക്കനടക്കമുള്ള ചില കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക് തോന്നി. പോലീസാണെങ്കിൽ സഖാക്കൾ നിയന്ത്രണത്തിലായിരിക്കുന്നു. ഈ സവിശേഷ സാഹചര്യത്തിൽ സാമൂഹിക സേവനത്തിനും ജനാധിപത്യ സംരക്ഷണത്തിനുമായി ഒരു സന്നദ്ധ സേന തന്നെ ഉണ്ടാക്കാൻ അച്ഛൻ നിശ്ചയിച്ചു. കമ്മ്യൂണിസ്റ്റുകാരെ തിരിച്ചു തല്ലുക എന്നതായിരുന്നു ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം എന്നു മാത്രം. സോഷ്യൽ സ്കൗട്ട്സ് എന്നാണ് ഈ സംഘത്തിന് വടക്കൻ അച്ഛനിട്ട പേര്. സോഷ്യൽ സ്കൗട്ട്സിൻ്റെ തലപ്പത്തേക്ക് അന്ന് ചീഫ് ക്യാപ്റ്റനായിട്ട് നിയോഗിക്കപ്പെടുന്നത് സർദാർ ചന്ദ്രോത്താണ്. സോഷ്യൽ സ്കൗട്ട്സിൻ്റെ അതേ പാറ്റേണിൽ
അന്ന് കോട്ടയം ജില്ലയിൽ ക്രിസ്റ്റഫേഴ്സ് എന്ന പേരിൽ മറ്റൊരു വളണ്ടിയർ സംഘടന കൂടി രൂപം കൊള്ളുന്നു. അതിനും ആളും അർത്ഥവും നൽകി സഹായിക്കുന്നത് കത്തോലിക്ക സഭ തന്നെയാണ്. വിദ്യാഭ്യാസ സംരക്ഷണ റാലിയുടെ മുന്നണിയിൽ യൂണിഫോം ധരിച്ച ക്രിസ്റ്റഫർമാർ അടിവെച്ചു നീങ്ങി. ചന്ദ്രോത്തിനെ കൂടാതെ ചെറിയാൻ കാപ്പൻ, ബി വെല്ലിംഗ്ടൺ എന്നിവരും ഈ ധർമ്മഭടന്മാരെ നയിച്ചു. പക്ഷെ അധികം വൈകാതെ തന്നെ ഈ ക്രിസ്റ്റഫർമാരുടെ ചെയ്തികളെ ചൊല്ലി നിരന്തരം പരാതികൾ പോലീസിന് കിട്ടിത്തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേറ്റ് കൃത്യം 1 മാസം തികയുമ്പോഴേക്കും നാടൊട്ടൊക്കെ ഒരു അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുന്നതായി ദീപിക പത്രം മുഖപ്രസംഗം എഴുതി. മന്ത്രിസഭയുടെ ആദ്യ ദിനങ്ങളിൽ മുഖ്യമന്ത്രി EMS തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈയാളിയിരുന്നത്. എന്നാൽ ഇത് തനിക്ക് പറ്റിയ പണിയല്ല എന്ന് നമ്പൂതിരിപ്പാടിന് വളരെ പെട്ടെന്ന് തന്നെ ബോധ്യപ്പെടുന്നു. 3 മാസത്തിനുള്ളിൽ അദ്ദേഹം തനിക്കിനി ഈ വകുപ്പ് ഭരിക്കാൻ വയ്യ എന്നുള്ള അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ വെട്ടിത്തുറന്നു പറഞ്ഞു. അങ്ങനെ ആഭ്യന്തര വകുപ്പ് കൂടി VR കൃഷ്ണയ്യരെ ഏൽപ്പിക്കപ്പെട്ടു. നല്ലൊരു വക്കീലും പോലീസുകാരുമായി ഇടപെട്ട് ശീലമുള്ളയാളുമായ കൃഷ്ണയ്യർ എന്തുകൊണ്ടും അതിന് ശേഷിയുള്ള ഒരാൾ കൂടിയായിരുന്നു. സഖാക്കളും ക്രിസ്റ്റഫർ സേനയും തമ്മിൽ അതിനിടെ പലയിടത്തും സംഘർഷമുണ്ടായി. 1987 ഓഗസ്റ്റ് 21 ആലപ്പുഴയിൽ സഖാക്കളുടെ കുത്തേറ്റ് തോമസ് വക്കൻ എന്നൊരാൾ കൊല്ലപ്പെട്ടു. ഓഗസ്റ്റ് 26 തിരുവനന്തപുരത്ത് പ്രകടനം നടക്കുമ്പോൾ കുമ്പളത്തെ ശങ്കുപിള്ളയുടെ തലയിലൂടെ കമ്മ്യൂണിസ്റ്റുകാർ ചാണകം കോരിയൊഴിക്കുന്നു. രാത്രിയിൽ ബി വെല്ലിംഗ്ടന് നേരെയും ആക്രമണം ഉണ്ടാകുന്നു. പമ്പാവാലിയിൽ പാമ്പൂരിക്കൽ പാപ്പച്ചൻ എന്നൊരു കർഷക സംഘടനാ നേതാവ് വിരുദ്ധരുടെ കുത്തേറ്റു മരിക്കുന്നു. ക്രിസ്റ്റഫർ സംഘടനയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമായതോടെ കമ്മ്യൂണിസ്റ്റുകാർ അജിപ്രോപ്പ് എന്ന പേരിൽ ഒരു വളണ്ടിയർ സേനയുണ്ടാക്കി അതിനെ ചെറുക്കാൻ ശ്രമിച്ചു. പിന്നീട് അങ്ങോട്ട് പല കാരണങ്ങളും പറഞ്ഞ് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ നിരന്തര സംഘർഷങ്ങൾ പതിവായി. പരസ്പരം പ്രവർത്തകരുടെ വധങ്ങളും അരങ്ങേറി. ഇതിനിടയിൽ കമ്മ്യൂണിസ്റ്റുകാർ നിയമം കയ്യിലെടുക്കുകയാണ് എന്നും സെൽ കോടതികൾ സ്ഥാപിച്ച് സമാന്തര നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കുകയാണ് എന്നും ആക്ഷേപങ്ങൾ ഉയർന്നു. സെൽ ഭരണത്തെക്കുറിച്ച് CH മുഹമ്മദ് കോയ സഭയിൽ പരാതിപ്പെട്ടു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാട്ടിൽ നടത്തിയിരുന്ന സെൽ കോടതിയുടെ സമൻസുകളിൽ ഒന്നിന്റെ പകർപ്പും പ്രതിപക്ഷ നേതാവ് PT ചാക്കോ സഭയിൽ വെച്ചു. 1958 ഓഗസ്റ്റ് 12 പുറപ്പെടുവിച്ച മുഖപ്രസംഗത്തിൽ മനോരമ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവച്ചു. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഓഫീസർമാരുടെ നിയമനങ്ങളും തുടർച്ചയായി വിവാദത്തിന്റെ നിഴലിലായി. അന്ന് കള്ളച്ചാരായം പിടിക്കാൻ ചെന്ന പോലീസുകാരെ തടഞ്ഞ കമ്മ്യൂണിസ്റ്റ് MLA M സദാശിവനെ നെയ്യാറ്റിൻകര അഡീഷണൽ 2ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 300 രൂപ പിഴയ്ക്ക് വിധിച്ചത് പാർട്ടിക്ക് വലിയ ക്ഷീണമായി. നാട്ടിലെ ക്രമസമാധാന നില ഇങ്ങനെ ആടിയുലഞ്ഞു പോയിക്കൊണ്ടിരുന്ന പശ്ചാത്തലത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ വീണ്ടും പരിഷ്കാരങ്ങളുണ്ടായി. മറ്റു വകുപ്പുകൾ നൽകി കൃഷ്ണയ്യരെ മാറ്റി പകരം C അച്യുതമേനോനെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കി. അതോടെ തുടർന്നരങ്ങേറിയ പ്രത്യക്ഷ സമരത്തിന്റെ പ്രക്ഷുബ്ധമായ ദിനങ്ങളിൽ ക്രമസമാധാനത്തിന്റെ ഭാരിച്ച ചുമതല അച്യുതമേനോന്റെ ചുമലിലായി. കമ്മ്യൂണിസ്റ്റുകാരും വിരുദ്ധരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളിൽ ഏറ്റവും രൂക്ഷമായത് അരങ്ങേറുന്നത് 1958 ജൂലൈ 26 തൃശൂർ ജില്ലയിലെ വരന്തരപ്പള്ളിയിൽ വെച്ചാണ്. കമ്മ്യൂണിസ്റ്റ് ജാഥയ്ക്ക് നേരെയുണ്ടായ വിമതന്മാരുടെ കയ്യാങ്കളി കത്തിക്കുത്തായി. 6 കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ കൊല്ലപ്പെട്ടു. ഇതേ ചൊല്ലി പിന്നീട് അങ്ങോട്ട് നിരവധി ആക്ഷേപങ്ങളും വ്യവഹാരങ്ങളും രണ്ടു പക്ഷത്തിനുമിടയുണ്ടായി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയ ഘടകങ്ങളിലൊന്ന് ഭക്ഷ്യക്ഷാമമായിരുന്നു. പട്ടിണിക്കും കരിഞ്ചന്തയ്ക്കുമെതിരായ ജനകീയമായ ചെറുത്തുനിൽപ്പുകളെയാണ് എന്നും പാർട്ടി പ്രതിനിധീകരിച്ചിരുന്നത്. ആദ്യഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് നാടുവാഴി സർക്കാരുകൾക്കെതിരായും പിന്നീട് കോൺഗ്രസ് ഭരണകർത്താക്കൾക്കെതിരായും കമ്മ്യൂണിസ്റ്റുകാർ അരിപ്രശ്നം സമർത്ഥമായി ഉപയോഗിച്ചു. ആശയത്തെക്കാൾ വലുതാണ് ആമാശയം എന്ന ലൈൻ ബഹുജനങ്ങൾക്കും പെട്ടെന്ന് പിടികിട്ടി. 40കളിൽ കേരളം കടുത്ത ക്ഷാമത്തിലൂടെ കടന്നുപോയപ്പോൾ കരിഞ്ചന്തയ്ക്കെതിരായ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം നൽകി. ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഭക്ഷ്യപ്രശ്നത്തിനുള്ള പരിഹാരമെന്നോണം മരച്ചീനി ഉൾപ്പെടെയുള്ള ഓൾട്ടർനേറ്റ് ഫുഡ്സിനെ പറ്റിയും ചർച്ചകൾ നീണ്ടു. ഒറ്റയടിക്കൊരു പരിഹാരം നിർദ്ദേശിക്കാൻ ആർക്കും ആയില്ല എങ്കിലും ആശ്വാസ നടപടിയായി 500 വീടിന് ഒരു ഡിപ്പോ എന്ന കണക്കിൽ ന്യായവില റേഷൻ ഷോപ്പുകൾ തുറക്കുന്നതിനെ എല്ലാവരും സ്വാഗതം ചെയ്തു. 1956 രാജപ്രഭുവിന്റെ അഡ്വൈസർ PS റാവുവാണ് കേരളത്തിലെ ആദ്യത്തെ ന്യായവില അരിക്കടകൾ തുടങ്ങുന്നത്. 57 ആയപ്പോഴേക്കും സംസ്ഥാനത്ത് 3712 ചില്ലറ ഷോപ്പുകളും 210 മൊത്ത വിതരണ കേന്ദ്രങ്ങളും ഉണ്ടായി. അരിതരാത്ത, തുണിതരാത്ത, പണിതരാത്ത ഭരണത്തെ പഴി പറഞ്ഞാണ് സഖാക്കൾ 57 അധികാരത്തിലെത്തിയത്. തങ്ങളുടെ ഭരണം വന്നാൽ ഭക്ഷണ സാധനങ്ങൾ വേണ്ടുവോളം ഇറക്കുമതി ചെയ്യുമെന്നും നാട്ടിലെ ഭക്ഷ്യോൽപാദനം 50% കൊണ്ട് വർദ്ധിപ്പിക്കും എന്നുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടന പത്രികയിൽ ഉറപ്പ് നൽകിയിരുന്നതുമാണ്. കരിഞ്ചന്തക്കാരിൽ നിന്നും പൂഴ്ത്തുവെപ്പുകാരിൽ നിന്നും പാവങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പുഴുക്കലരിയും മറ്റു ഭക്ഷ്യധാന്യങ്ങളും നിശ്ചിത വിലയ്ക്ക് വാങ്ങി വളരെ മിതമായ നിരക്കിൽ ജനങ്ങൾക്ക് നൽകുമെന്ന് ധനകാര്യമന്ത്രി അച്യുതമേനോൻ 1957 ജൂൺ 8 തന്റെ കന്നി ബജറ്റ് പ്രസംഗത്തിൽ വാക്കും നൽകിയിരുന്നു. ഭക്ഷ്യധാന്യ വിതരണത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ ഗവൺമെന്റ് അന്ന് വിജിലൻസ് കമ്മിറ്റികൾ ഉണ്ടാക്കി. ഭക്ഷ്യപ്രശ്നത്തെക്കുറിച്ച് വിദഗ്ധോപദേശം തേടി താലൂക്ക് ജില്ലാ തലങ്ങളിൽ ഉപദേശ സമിതികളും ഉണ്ടാക്കി. പക്ഷെ എന്നിട്ടും ഭക്ഷ്യപ്രശ്നം ദിനം പ്രതി രൂക്ഷമായി തന്നെ വന്നു. മന്ത്രിമാരുടെ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും പ്രമേയങ്ങളും അടുപ്പിൽ വേവില്ല. അരിക്ക് അരി തന്നെ വേണമല്ലോ. എന്തായാലും നാട്ടിലെ ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമായതോടെ കോൺഗ്രസുകാർ അവസരത്തിനൊത്തുയർന്നു.
ക്ഷാമത്തിനെതിരായി ജാഥകളും സമ്മേളനങ്ങളും അവർ സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലയിലെ അന്നൂരിൽ നിന്ന് INTUC ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പട്ടിണി ജാഥ കാൽനടയായി ജൂൺ 21 തലസ്ഥാനത്തെത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വമ്പിച്ച പ്രകടനങ്ങളും ഗംഭീര പൊതുയോഗങ്ങളും അന്ന് നടന്നു. ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശന്നു പൊരിയുന്ന ഇന്നാട്ടിലെ സാധാരണക്കാരൻ്റെ കണ്ണീർ കയത്തിൽ മുങ്ങി മരിക്കുന്ന ഈ സർക്കാർ എന്തിനിങ്ങനെ ഭരിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് PT ചാക്കോ ഗർജിച്ചു. എന്നാൽ ഭക്ഷ്യക്കമ്മി നികത്തണമെങ്കിൽ കേന്ദ്ര സർക്കാരും മിച്ച സംസ്ഥാനങ്ങളും സഹായിക്കണം എന്നതായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി EMSൻ്റെയും ഭക്ഷ്യമന്ത്രി KC ജോർജിൻ്റെയും സുചിന്തിതമായിട്ടുള്ള നിലപാട്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചു നോക്കിയെങ്കിലും ഒരു ഗുണവും ഉണ്ടാവുന്നില്ല. കേന്ദ്ര ഭക്ഷ്യ സഹമന്ത്രി AM തോമസ് എന്നൊരു മലയാളി തന്നെ ആയിരുന്നിട്ടും കേന്ദ്രത്തിൻ്റെ വാതിൽ അന്ന് തുറക്കപ്പെടുന്നില്ല. പഞ്ഞമാസങ്ങളായിട്ടുള്ള മിഥുനവും കർക്കിടകവും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ തുറിച്ചു നോക്കി. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നാട്ടിലെ ജനങ്ങൾക്ക് കഞ്ഞി കുടിക്കാനുള്ള അരി എത്തിക്കുന്നതിനേക്കാൾ എളുപ്പം അവരുടെ ഭക്ഷണക്രമം പരിഷ്കരിക്കുകയാണ് എന്ന് ഭക്ഷ്യമന്ത്രി KC ജോർജിന് തോന്നി. അരിയാഹാരത്തിനു പകരം മാക്രോണി കഴിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മരച്ചീനി കൊണ്ടുണ്ടാക്കുന്ന ഒരുതരം ഭക്ഷണ പദാർത്ഥമാണ് മാക്രോണി. 60% ഉണക്കക്കപ്പയും 30% പിണ്ണാക്കും 10% ഗോതമ്പും ചേർന്നുണ്ടാക്കുന്ന ഒരു സവിശേഷ ആഹാരമാണ് മാക്രോണി എന്നും തേനും പാലും പഞ്ചസാരയും ചേർത്തു വേണം അത് കഴിക്കാനെന്നും ചില പത്രങ്ങൾ പ്രചരിപ്പിച്ചു. പ്രതിപക്ഷത്തെ നേതാക്കൾ മാക്രോണിയെ പരിഹസിച്ചു. സഖാവ് KC ജോർജിൻ്റെ പേര് തന്നെ അന്ന് അവർ മാക്രോണി മന്ത്രി എന്ന് പരിഷ്കരിച്ചു. ഭഗവാൻ മാക്രോണി, ആരാണ് മാക്രോണി എന്നിങ്ങനെ മാക്രോണിക്ക് എതിരായും അനുകൂലമായും ആക്ഷേപാസ്യ കഥാപ്രസംഗങ്ങൾ അരങ്ങേറി. ഇക്കാലത്ത് തന്നെ 100 പേർക്ക് അരി വെച്ച് സദ്യ കൊടുക്കുന്നതിനെ നിരോധിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിറങ്ങുന്നു. അരിയില്ലെങ്കിൽ രാജി എന്ന പേരിൽ R ശങ്കറിൻ്റെ ദിനമണി പത്രം അന്ന് അതിഗംഭീരമായൊരു മുഖപ്രസംഗം എഴുതുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പണം കൊടുത്തിട്ടായാലും അതിൻ്റെ പേരിൽ കുറേ ലക്ഷം നഷ്ടം സഹിച്ചാലും വേണ്ടില്ല, നാട്ടിലേക്ക് വേണ്ടത്ര അരി എത്തിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നു. ദിനമണിയുടെ ഉപദേശം കേട്ടിട്ടോ എന്തോ തമിഴ്നാട്, പഞ്ചാബ്, ആന്ധ്ര എന്നിങ്ങനെ ക്രോപ്പ് സർപ്ലസ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അരിയും ഗോതമ്പും വാങ്ങി സർക്കാർ ന്യായവില ഷോപ്പുകൾ വഴി വിതരണം നടത്താൻ തീരുമാനമുണ്ടായി. ആന്ധ്രയിലെ T ശ്രീരാമലു, P സൂര്യനാരായണൻ കമ്പനി എന്നീ അരി മൊത്ത വ്യാപാരികളുമായിട്ടാണ് അന്ന് കരാറുണ്ടാക്കിയത്. അന്ന് ആന്ധ്രയിൽ നിന്ന് മേത്രം അരി കേരളത്തിലെത്തിച്ച് വിതരണം ചെയ്ത് ചിങ്ങമാസമാകുമ്പോഴേക്കും ഭക്ഷ്യപ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കുറച്ചൊക്കെ ഗവൺമെൻറ്റിന് സാധിച്ചു. എന്നാൽ ആന്ധ്ര അരി ഇടപാട് കുറെ കൂടി വലിയ പ്രശ്നങ്ങളിലേക്ക് ഗവൺമെൻറ്റിനെ പിന്നീട് വലിച്ചിഴച്ചു. 1958 ഫെബ്രുവരി 25 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചു. കോൺഗ്രസിലെ TO ഭാവയാണ് ആദ്യത്തെ വെടിപൊട്ടിച്ചത്. ആന്ധ്രയിൽ നിന്ന് അരി വാങ്ങിയതിൽ വമ്പിച്ച കുംഭകോണം നടന്നിരിക്കുന്നു. അരി വാങ്ങാനുള്ള തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ശരിയായ ടെൻഡർ വിളിക്കുകയോ ഇവിടുത്തെ കച്ചവടക്കാർക്ക് പങ്കെടുക്കാൻ അനുമതി നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആകെ മൊത്തം 16 ലക്ഷം രൂപയുടെ അഴിമതി നടന്നു എന്നും ഈ തുക ആന്ധ്രയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കടം വീട്ടാൻ വേണ്ടി ചെലവിട്ടു എന്നുമായിരുന്നു ആരോപണം. ഭാവ ഉയർത്തിയ ആക്ഷേപം പ്രതിപക്ഷ നേതാവായിട്ടുള്ള PT ചാക്കോ ഏറ്റുപിടിച്ചു. നമ്പൂതിരിപ്പാടും പക്ഷേ ഈ ഘട്ടത്തിൽ സന്ദർഭത്തിനൊത്ത് ഉയർന്നു. ആന്ധ്ര അരി ഇടപാടിനെ കുറിച്ച് ഹൈക്കോടതിയിലെ ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് തന്നെ അന്വേഷണം നടത്താമെന്ന് സമ്മതിച്ചു. അങ്ങനെ ജസ്റ്റിസ് PT രാമൻ നായർ അധ്യക്ഷനായി ഒരു അന്വേഷണ കമ്മീഷൻ നിയോഗിക്കപ്പെടുന്നു. വിശദമായ തെളിവെടുപ്പുകൾക്ക് ശേഷം രാമൻ നായർ തൻ്റെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. സുദീർഘമായ റിപ്പോർട്ടിലെ പ്രസക്തമായ നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്. 1. അരിക്കച്ചവട കരാറിൽ ന്യായമായും സംശയത്തിന് ഇട നൽകുന്ന പഴുതുകളുണ്ട്. 2. ഈ ഇടപാടിൽ ഒഴിവാക്കാമായിരുന്ന നഷ്ടം ഏതാണ്ട് 1 ലക്ഷത്തിലേറെ രൂപ വരും. 3. സംസ്ഥാനത്ത് രൂക്ഷമായ ഭക്ഷ്യദൗർലഭ്യം ഉണ്ടായിരുന്നു എന്നത് പരിഗണിച്ചാൽ തന്നെയും മദ്രാസ് കമ്പനിയുമായി നടത്തിയ ഇടപാട് ന്യായീകരിക്കത്തക്കതല്ല. പരസ്യമായ ദീർഘാസുകൾ വിളിക്കാതെ ഇടപാട് നടത്തിയതും ശരിയായില്ല. എന്നാൽ ജസ്റ്റിസ് രാമൻ നായർ കമ്മീഷന്റെ കണ്ടെത്തലുകളെ തുടർന്ന് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഭക്ഷ്യമന്ത്രി KC ജോർജ് അതിന് തയ്യാറായില്ല. അതിൻ്റെ പേരിൽ സഭയ്ക്കകത്തും പുറത്തു തെരുവിലും നിരന്തര പ്രക്ഷോഭങ്ങളുണ്ടായി. പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് വൈദികളായിട്ടുള്ള ചില പത്രങ്ങളും ഈ വിഷയം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ പ്രതിച്ഛായ തകർക്കാൻ പരമാവധി പ്രയോജനപ്പെടുത്തി. ചുരുക്കത്തിൽ കേരളത്തിലെ ജനങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുത്ത കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ മുഖത്ത് കരി തേച്ചതായിരുന്നു ആന്ധ്ര അരി ഇടപാടും അതേപ്പറ്റി അന്വേഷണം നടത്തി ജസ്റ്റിസ് രാമൻ നായർ കമ്മീഷൻ സമർപ്പിച്ച അതിൻ്റെ റിപ്പോർട്ടും. EMSൻ്റെയും MN ഗോവിന്ദൻ നായരുടെയും പ്രസ്താവനകൾ കൊണ്ടോ കമ്മീഷൻ ഒരു കോടതിയാണോ എന്ന മുദ്രാവാക്യം കൊണ്ടോ ഒന്നും ജനങ്ങളുടെ മനസ്സിൽ അപ്പോഴേക്കും ഇടം പിടിച്ചിരുന്ന സംശയത്തെ ദൂരീകരിക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല. ഇതിനിടയിൽ 1958 ഏപ്രിൽ 29 ശാസ്താംകോട്ടയിൽ രാജ്യത്തെ നടുക്കിയ ഒരു ഭക്ഷ്യവിഷ ദുരന്തമുണ്ടായി. ഇവിടെ ലോകസഹായ സേനയുടെ ഒരു ക്യാമ്പ് നടക്കുകയായിരുന്നു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് വിതരണം ചെയ്ത ഭക്ഷണത്തിൽ വിഷം കലർന്ന് 24 പേർ മരിച്ചു. ബാക്കിയായ ഭക്ഷണം സാപ്പിട്ട ക്ഷേത്ര പരിസരത്ത് വളരുന്ന കുരങ്ങുകളിലും നല്ലൊരു പങ്ക് ചത്തൊടുങ്ങി. എങ്ങനെയാണ് വിഷം വ്യാപിച്ചതെന്ന് കണ്ടെത്താൻ ദിവസങ്ങളെടുത്തു. ജയ്ഹിന്ദ് എന്ന കപ്പലിൽ കൊണ്ടുവന്ന ആട്ടമാവിലും പഞ്ചസാരയിലും ഫോളിഡാൾ എന്ന മാരക വിഷം കലർന്നതാണ് മരണകാരണമെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. ഈ കേസ് അന്വേഷിക്കാൻ കേന്ദ്രം ബോംബെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് JC ഷായുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ വെച്ചു.
കപ്പിത്താനും മറ്റു ഉദ്യോഗസ്ഥരും അറസ്റ്റിലായി. സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ച കൊണ്ടാണ് ശാസ്താംകോട്ട ദുരന്തം ഉണ്ടായതെന്ന് ആരോപിച്ചുകൊണ്ട് നിയമസഭയുടെ വർഷകാല സമ്മേളനത്തിൽ PSPയിലെ M നാരായണക്കുറുപ്പ് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ ആരോഗ്യ പരിപാലന സംവിധാനങ്ങളുടെയും കെമിക്കൽ ലബോറട്ടറികളുടെയും പ്രവർത്തനത്തെ ചൊല്ലിയും കാര്യമായ ആക്ഷേപങ്ങൾ ഈ സമയത്ത് ഉയർന്നു വന്നു. സഭയിൽ ഈ വിഷയത്തിൽ ഏറെ കോലാഹലങ്ങളും ഉണ്ടായി. അതിനിടെ ദേവികുളം ഉപതെരഞ്ഞെടുപ്പിന് വട്ടമെത്തി. 57-ലെ തിരഞ്ഞെടുപ്പിൽ സൂക്ഷ്മ പരിശോധനയിൽ പത്രിക തള്ളിപ്പോയ കോൺഗ്രസ് സ്ഥാനാർത്ഥി BK നായർ നൽകിയ കോടതി അന്യായത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായ വിധി ഇങ്ങ് സുപ്രീം കോടതിയിൽ വരെ ഉണ്ടായ സാഹചര്യത്തിലായിരുന്നു ആ ബൈ ഇലക്ഷൻ. സ്ഥാനാർത്ഥികൾ ആദ്യ തെരഞ്ഞെടുപ്പിലേത് തന്നെയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പക്ഷത്തു നിന്ന് റോസമ്മ പുന്നൂസ്, കോൺഗ്രസ് സ്ഥാനാർത്ഥി പഴയ പോലെ BK നായർ തന്നെ. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളിൽ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ കത്തിക്കാളി. കമ്മ്യൂണിസ്റ്റ് ദുർഭരണത്തെയും നാട്ടിലെ ക്രമസമാധാന തകർച്ചയെയും പറ്റി വീടുവിടാന്തരം കയറി കോൺഗ്രസുകാർ പ്രചാരണം നടത്തി. താറുമാറായ റേഷൻ സംവിധാനത്തെക്കുറിച്ചും പാഠപുസ്തകങ്ങൾ വഴി നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആശയ പ്രചാരണങ്ങളെക്കുറിച്ചും അവർ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. ഇത്തവണ തങ്ങൾ എങ്ങനെയും ജയിച്ചു കയറുമെന്ന് കോൺഗ്രസ് പാളയത്തിലുള്ളവർ പ്രതീക്ഷിച്ചു. പക്ഷേ ഫലം വന്നപ്പോൾ നേരെ തിരിച്ചായിരുന്നു. 7089 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ റോസമ്മ പുന്നൂസ് ജയിച്ചു കയറി. കോൺഗ്രസുകാരുടെ ആത്മവിശ്വാസത്തിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു ദേവികുളം തെരഞ്ഞെടുപ്പ്. തങ്ങളുടെ പ്രചാരവേല കൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടായിട്ടില്ല എന്ന് ഇളിഭ്യതയോടെ തിരിച്ചറിഞ്ഞ അവർ പുത്തൻ സമരായുധങ്ങൾക്ക് വേണ്ടി പരക്കം പാച്ചിൽ തുടങ്ങി. അതായിരുന്നു പിന്നീട് ചരിത്രപ്രസിദ്ധമായ ഒരണ സമരം. EMS സർക്കാർ സ്വീകരിച്ച ആദ്യ നടപടികളിലൊന്ന് കുട്ടനാട്ടിലെ ജലഗതാഗതത്തിന്റെ ദേശസാൽക്കരണമാണ്. അതോടെ കൊള്ള ലാഭക്കാരായിട്ടുള്ള ബോട്ട് മുതലാളിമാർ പോയി. ജീവനക്കാരുടെ വേതനവും കൂടി, ഭരണച്ചെലവും കണ്ടമാനം കൂടി. അതോടെ നിലവിലെ ബോട്ട് കൂലിക്ക് ലാഭകരമായി സർവീസ് നടത്താൻ ഗവൺമെന്റിന് സാധിക്കില്ല എന്ന അവസ്ഥയായി. അതുകൊണ്ട് ബോട്ട് ചാർജ് കൂട്ടാൻ തീരുമാനമായി. അന്ന് വിദ്യാർത്ഥികളുടെ ബോട്ട് കൂലി ഒരണ അഥവാ 6 പൈസ ആയിരുന്നത് 10 നയാ പൈസയാക്കി വർദ്ധിപ്പിച്ചു. ബോട്ട് കൂലി വർദ്ധിപ്പിച്ചത് വിദ്യാർത്ഥികളെ അസ്വസ്ഥരാക്കി. അവരെ സമരത്തിലേക്ക് നയിക്കാനും അന്ന് ഒരു കൂട്ടരുണ്ടായിരുന്നു. അതായിരുന്നു കേരള സ്റ്റുഡൻസ് യൂണിയൻ അഥവാ KSU. 1957 മെയ് മാസത്തിൽ അന്നത്തെ അറിയപ്പെടുന്ന കോൺഗ്രസ് വനിതാ നേതാവായിരുന്ന ദേവകി കൃഷ്ണന്റെ മകൻ രവീന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു ആ കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനയുടെ ഉത്ഭവം. ഈ രവീന്ദ്രൻ പിന്നീട് വയലാർ രവി എന്ന പേരിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവായി മാറി. അങ്ങനെ 1958 ജൂലൈ 14 ഒരണ സമരം പൊട്ടിപ്പുറപ്പെട്ടു. കുട്ടനാടൻ വിദ്യാർത്ഥികൾക്ക് ബോട്ടുടമകൾ നൽകിയിരുന്ന ഒരണ കൺസെഷൻ നിലനിർത്തണമെന്നതായിരുന്നു സമരക്കാരുടെ പ്രധാന ആവശ്യം. സമരം തീർക്കാൻ വേണ്ടി സർക്കാർ യാതൊരുവിധ നടപടിയും കൈക്കൊണ്ടില്ല എന്നു മാത്രമല്ല, സമരത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് BS അച്യുതാനന്ദൻ സെക്രട്ടറിയായ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ബോട്ട് സമരം കത്തോലിക്ക വൈദികരുടെ സൃഷ്ടിയാണ് എന്നൊരു വിലയിരുത്തലും അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുണ്ടായി. ചമ്പക്കുളം നദിക്ക് കുറുകെ കയറുപടം വലിച്ചു കെട്ടി ബോട്ട് ഗതാഗതം തടഞ്ഞുകൊണ്ടായിരുന്നു സമരം ഉദ്ഘാടനം ചെയ്തത്. ബോട്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് അന്ന് 20ഓളം വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് സമരത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചു. സമരം രൂക്ഷമായതിനെ തുടർന്ന് ആലപ്പുഴ, കുട്ടനാട് താലൂക്കുകളിൽ പോലീസ് 144 പ്രഖ്യാപിച്ചു. കോൺഗ്രസ്, RSP തുടങ്ങിയ പാർട്ടികളിലെ നേതാക്കൾ വിദ്യാർത്ഥികളോട് നിയമം ലംഘിക്കാൻ ആഹ്വാനം ചെയ്തു. കല്ലേറ് നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ അന്ന് പോലീസ് ലാത്തി വീശി. ഇതേ തുടർന്ന് 134 വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതോടെ 20,000-ഓളം വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി സമരപാതയിലേക്ക് ഇറങ്ങി. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ കായികമായി നേരിടാൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും തുനിഞ്ഞിറങ്ങിയതോടെ സംസ്ഥാനത്തെ സ്ഥിതി സ്ഫോടനാത്മകമായി. ജൂലൈ 23 ആലപ്പുഴയിലെ വിദ്യാർത്ഥികളും തൊഴിലാളികളും തമ്മിൽ ഒരു തെരുവ് യുദ്ധം തന്നെ നടന്നു. അടുത്ത ദിവസം തിരുവനന്തപുരത്ത് KSU സെക്രട്ടേറിയറ്റ് പിക്കറ്റ് ചെയ്തു. അധികം വൈകാതെ സമരം സംസ്ഥാനത്തൊട്ടാകെ വ്യാപിച്ചു. ഈ വിദ്യാർത്ഥി സമരം കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഒരുപോലെ വെട്ടിലാക്കി. വളരെ നിസ്സാരമായി പരിഹരിക്കാമായിരുന്ന ഒരു പ്രശ്നം നിഷേധാത്മകമായ സമീപനം കൊണ്ട് മാത്രം വഷളാക്കിയത് സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തി. അതേസമയം ഈ സമരത്തോടുള്ള സമീപനത്തെ ചൊല്ലിയായിരുന്നു KPCCയിലെ തർക്കം. കോൺഗ്രസ് നേതൃത്വത്തിന് അനുമതി വാങ്ങിയല്ല ഈ സമരം KSU തുടങ്ങിയത് എന്നും വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത് തന്നെ അധാർമികമാണ് എന്നുമൊക്കെയുള്ള പ്രതികരണങ്ങൾ അന്ന് ലീലാ ദാമോദര മേനോൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളിൽ നിന്നുണ്ടായി. എന്നാൽ അതേസമയം ഈ സമര പോരാട്ടങ്ങൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന PT ചാക്കോയുടെ മൗനാനുവാദത്തോടെയും ഒത്താശയോടെയും ആണെന്നതും പകൽ പോലെ വ്യക്തമായിരുന്നു. പോലീസ് വിദ്യാർത്ഥികളെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചതോടെ അതുവരെ നിഷ്പക്ഷരായി നിന്നിരുന്ന മാതൃഭൂമിയടക്കമുള്ള പത്രങ്ങളും പല മുതിർന്ന നേതാക്കളും വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഒടുവിൽ സംഗതികൾ കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിൽ സമരം തീർക്കാൻ വേണ്ടി പ്രമുഖ ഗാന്ധിയൻ K കേളപ്പൻ മുന്നോട്ട് വന്നു. ഒരൽപ്പം സങ്കോചത്തോടെയാണെങ്കിലും സർക്കാരും സഹകരിച്ചു. ഒടുവിൽ ഓഗസ്റ്റ് 3 ഈ സമരം അവസാനിച്ചു. കൃത്യമായ പഠനങ്ങൾ നടത്തി റിപ്പോർട്ട് വരും വരെയും ബോട്ട് കൂലി വിദ്യാർത്ഥികൾക്ക് ഒരണയായി തന്നെ തുടരുമെന്ന് സർക്കാർ അറിയിച്ചു. എന്നാൽ പിന്നീടുള്ള മാസങ്ങളിൽ സർക്കാർ ഈ ഉറപ്പുകളിൽ നിന്നൊക്കെ പിന്നോട്ട് പോയി. സർക്കാരിൻ്റെ ഈ കരണം മറച്ചിൽ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ കൊള്ളരുതായ്മയാണ് എന്ന് അന്ന് മാതൃഭൂമി എഴുതി. സർക്കാർ വാക്കുപാലിച്ചില്ല എന്ന് കേളപ്പജിയും പ്രസ്താവന ഇറക്കി.
ഈ ഗവൺമെന്റിൽ നിന്ന് ഏതെങ്കിലും ജനവിഭാഗത്തിന് നീതി കിട്ടുമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. അവരുടെ ശവക്കുഴി അവർ തന്നെ തോണ്ടുകയാണ് എന്ന് PT ചാക്കോ എന്ന് സഭയിൽ തുറന്നടിച്ചു. കൊല്ലം ജില്ലയിലെ കുണ്ട്രയ്ക്ക് സമീപത്തുള്ള ചന്ദനത്തോപ്പാണ് ജില്ലയിലെ കശുവണ്ടി കമ്പനികളിൽ പലതിൻ്റെയും ആസ്ഥാനം. തൊഴിലാളികളിൽ സിംഹഭാഗവും RSPയുടെ തൊഴിലാളി സംഘടനയായ UTUCയിലെ അംഗങ്ങളായിരുന്നു. CPI സംഘടനയായ AITUCക്ക് അവിടെ മരുന്നിന് പോലും അന്ന് പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. തൊഴിൽ തർക്കങ്ങളുടെ പേരിൽ ഫാക്ടറി ലോക്കൗട്ട് ചെയ്തപ്പോൾ സ്ത്രീ തൊഴിലാളികൾ ചേർന്ന് കമ്പനി പടിക്കൽ അന്നൊരു പിക്കറ്റിംഗ് നടത്തി. അവരെ മുടുക്കി കുത്തിപ്പിടിച്ച് അസഭ്യവർഷത്തോടെ പോലീസ് റോഡിലേക്ക് എറിയുന്നത് കണ്ട പുരുഷ തൊഴിലാളികൾ ഇടപെട്ടു. ഈ സമയം 2 കല്ലുകൾ എവിടെ നിന്നോ പോലീസിന് നേർക്ക് വന്നു വീണു. യാതൊരു മുന്നറിയിപ്പും കൂടാതെ പോലീസ് വെടിവെച്ചു. റഹ്മാൻ എന്ന മധ്യവയസ്കനും സുലൈമാൻ എന്ന യുവാവും തൽക്ഷണം മരിച്ചു. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ വെടിവെപ്പായിരുന്നു അത്. വെടിവെച്ചത് തൊഴിലാളി വർഗ സർക്കാർ, വെടികൊണ്ടത് തൊഴിലാളികളുടെ നെഞ്ചിൽ. പിന്നാലെ അടിയുമുണ്ടായി. വെടിവെപ്പിന് പിന്നാലെ ഫാക്ടറി പടിക്കൽ തടിച്ചുകൂടിയ തൊഴിലാളികളെയും നാട്ടുകാരെയും പോലീസ് പൊതിരെ തല്ലി. യൂണിയൻ നേതാക്കളായ TM പ്രഭയെയും മുൻ MLA ചന്ദ്രശേഖര ശാസ്ത്രിയെയും തൂക്കിയെടുത്ത് പോലീസ് ജീപ്പിലേക്ക് എറിഞ്ഞു. ലോക്കപ്പിൽ കയറ്റി ക്രൂരമായി മർദ്ദിച്ചു. അതോടെ കൊല്ലം ജില്ലയാകെ ഇളകി മറിഞ്ഞു. കൊല്ലം, കരുനാഗപ്പള്ളി താലൂക്കുകളിൽ അന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മൃതദേഹങ്ങൾ ചെങ്കുടിയിൽ പൊതിഞ്ഞ് ലോറിയിൽ കയറ്റി വിലാപയാത്രയായി ചന്ദനത്തോപ്പിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ യോഗം നടക്കുമ്പോഴാണ് ചന്ദനത്തോപ്പ് വെടിവെപ്പ് നടന്ന വിവരം അവർക്ക് കിട്ടുന്നത്. വെടിവെപ്പിനെ അപലപിക്കുക, പരസ്യാന്വേഷണം നടത്തുക, മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങി പല അഭിപ്രായങ്ങളും അന്ന് ആ യോഗത്തിൽ ഉയർന്നു വന്നു. നീണ്ട ചർച്ചകൾക്കൊടുവിലുണ്ടായ തീരുമാനം പക്ഷേ നേർ വിപരീതമായിരുന്നു. പോലീസ് വെടിവെപ്പിനെ ന്യായീകരിച്ചുകൊണ്ട് സ്റ്റേറ്റ് കൗൺസിൽ ഒരു പ്രമേയം പാസാക്കി. ഏതെങ്കിലും ഒരു സഖാവ് വെടിവെപ്പ് നടന്ന സ്ഥലത്ത് പോയി പോലീസിന്റെ ചെയ്തികളെ ന്യായീകരിച്ചുകൊണ്ട് നാട്ടുകാരോട് പ്രസംഗിക്കണമെന്നും കൗൺസിൽ നിർദ്ദേശിച്ചു. നല്ലൊരു പ്രാസംഗികനെന്ന് പരക്കെ ഖ്യാതി ആർജിച്ചിരുന്ന K. ദാമോദരൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനാണ് അന്ന് നിയോഗമുണ്ടാവുന്നത്. മനസ്സിലാമനസോടെയെങ്കിലും അദ്ദേഹം അത് ഏറ്റെടുത്ത് നിർവഹിക്കുന്നു. അക്രമാസക്തരായ തൊഴിലാളികൾ പോലീസിനെ ആക്രമിച്ചപ്പോൾ പോലീസ് പ്രാണരക്ഷാർത്ഥം വെടിവെക്കുകയായിരുന്നുവെന്ന് അന്ന് സർക്കാർ പ്രസ് നോട്ട് ഇറക്കി. അതോടെ കൂടുതൽ പ്രകോപിതരായിട്ടുള്ള RSP അണികൾ മന്ത്രി TV തോമസിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചു. ഈ വെടിവെപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവിട്ടു. ഹൈക്കോടതി സീനിയർ ജഡ്ജും കൊല്ലം സ്വദേശിയുമായ K. ശങ്കരനാണ് അന്വേഷണം നടത്തിയത്. 1958 ഡിസംബർ 15 ഗവൺമെന്റിന് അനുകൂലമായ ഒരു റിപ്പോർട്ടാണ് അന്ന് ശങ്കരൻ സമർപ്പിക്കുന്നത്. അതിനെതിരെ അന്ന് സ്വാഭാവികമായും RSP ആഞ്ഞടിച്ചു. ദേവികുളം തെരഞ്ഞെടുപ്പിന്റെ കൊടിയിറങ്ങിയതിന് പിന്നാലെ തന്നെ ഹൈറേഞ്ചിന് മുകളിൽ പുതിയ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങി. തോട്ടം തൊഴിലാളി യൂണിയനുകൾ മാനേജ്മെന്റിന് മുന്നിൽ അവകാശ പത്രിക സമർപ്പിച്ചു. ബോണസിനെ ചൊല്ലിയായിരുന്നു പ്രധാന തർക്കം. 4% ബോണസ് നൽകാമെന്ന് മുതലാളിമാരും പറ്റില്ല 25% കിട്ടിയേ പറ്റൂ എന്ന് തൊഴിലാളികളും പറഞ്ഞതോടെ തർക്കമായി. തർക്കം പരിഹരിക്കാൻ വേണ്ടി നടത്തിയ അനുരഞ്ജന ചർച്ചകൾ അലസിയതോടെ അവിടെ സമരത്തിന്റെ കേളികൊട്ടായി. തോട്ടം മേഖലയിൽ അന്ന് INTUCക്കായിരുന്നു അംഗബലം. സമരത്തിലേക്കെന്നും പറഞ്ഞിരുന്ന INTUC പണിമുടക്ക് ആരംഭിക്കേണ്ട സമയത്തിന് തൊട്ടു മുമ്പായി അതിൽ നിന്ന് പിന്മാറി. അതോടെ സമരരംഗത്ത് കമ്മ്യൂണിസ്റ്റ് യൂണിയനായ AITUC ഒറ്റയ്ക്കായി. അതോടെ വരും ദിവസങ്ങളിൽ പണിമുടക്കുന്ന കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികളും പണിക്ക് കയറാൻ വരുന്ന കോൺഗ്രസ് യൂണിയനിൽപ്പെട്ടവരും തമ്മിൽ അവിടെ സംഘർഷങ്ങൾ പതിവായി. ഒക്ടോബർ 20 രാവിലെ 8 മണിക്ക് ഗുഡ്രാല എസ്റ്റേറ്റിലും 11 മണിക്ക് തലയാറിലും വെടിവെപ്പുണ്ടായി. അതിൽ പാപ്പമ്മാൾ എന്ന ഗർഭിണി സംഭവ സ്ഥലത്ത് വെച്ചും ഹസൻ റാവുത്തർ എന്നയാൾ ആശുപത്രിയിൽ വെച്ചും മരണമടഞ്ഞു. മന്ത്രി കൃഷ്ണയ്യരും ദേവികുളം MLA റോസമ്മ പുന്നൂസും ഓടിയെത്തി തൊഴിലാളി സഖാക്കളെ സമാശ്വസിപ്പിച്ചു. പോലീസിനെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെയല്ല തോട്ടമുടമകൾക്ക് നേരെയാണ് പ്രതിഷേധിക്കേണ്ടതെന്ന് സഖാവ് സുഗതൻ അവിടെ പ്രസംഗിച്ചു. വയലാർ രക്തസാക്ഷി ദിനമായ ഒക്ടോബർ 27 ആലപ്പുഴയിൽ നടന്ന ആയിരങ്ങൾ പങ്കെടുത്ത വമ്പിച്ച പൊതുയോഗത്തിൽ AKG മൂന്നാറിലെ വെടിവെപ്പിനെ അപലപിച്ചു. ആ വെടിവെപ്പിന് ഉത്തരവാദി അന്നത്തെ കോട്ടയം SP ആയിരുന്ന മരിയാർ പൂതമാണ് എന്നും തോട്ടം മുതലാളിമാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് SP വെടിവെപ്പ് നടത്തിയത് എന്നും AKG തന്റെ പ്രസംഗത്തിൽ ആക്ഷേപിച്ചു. ഈ പ്രസ്താവന പത്രങ്ങളിൽ അച്ചടിച്ചു വന്നതോടെ മരിയാർ പൂതം AKGക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തു. പിന്നീട് അദ്ദേഹത്തിന് ഈ കേസിൽ വിധിച്ച 500 രൂപ നഷ്ടപരിഹാരമായി നൽകി തടി ഉരേണ്ടിയും വന്നു. തോട്ടം സമരത്തിന്റെ പശ്ചാത്തലത്തിൽ റോസമ്മ പുന്നൂസ് ഒക്ടോബർ 28 മുതൽ മൂന്നാറിൽ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. അതുവഴി തൊഴിലാളികളെ തൽക്കാലത്തേക്ക് പിടിച്ചു നിർത്താൻ AITUCക്ക് സാധിച്ചു. എന്നാൽ ഈ വെടിവെപ്പുകളെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ പോലീസിന് അനുകൂലമായതോടെ ചന്ദനത്തോപ്പിന്റെ ഗതി തന്നെയായി മൂന്നാറിനും. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാൽ വലഞ്ഞുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അടുത്തതായി പിടിച്ച പുലിവാല് കാർഷിക ബന്ധബില്ലിന്റെ പേരിലായിരുന്നു. അതിലേക്കുള്ള ആമുഖമായിരുന്നു മന്ത്രിസഭ അധികാരമേറ്റതിന് അടുത്ത ആഴ്ചയിൽ തന്നെ സഭയിൽ അവതരിപ്പിച്ച കുടിയിറക്ക് നിരോധന ബില്ല്. അധികം വൈകാതെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നടപ്പിലാക്കാൻ പോകുന്ന ഭൂപരിഷ്കരണത്തെ മുന്നിൽ കണ്ട് ഭൂസ്വാമികൾ കൈവശാവകാശക്കാരെയും കുടികിടപ്പുകാരെയും ഒഴിപ്പിക്കുന്നത് തടയുക എന്നതായിരുന്നു ഈ നിയമത്തിന്റെ അവതാര ലക്ഷ്യം. ആധാരപ്രകാരവും അല്ലാതെയും ഭൂമി കൈവശം വെച്ചിട്ടുള്ളവർക്കും ഭാരം, പങ്കുപാട്ടം, ശമ്പളപ്പാട്ടം എന്നീ ഇനങ്ങളിൽ കൃഷി ചെയ്യുന്നവർക്കും ഈ ഓർഡിനൻസിന്റെ ഗുണം ലഭിച്ചു.
ബില്ല് കീഴ്വഴക്കപ്രകാരം സെലക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന് പ്രതിപക്ഷം നിർബന്ധം പിടിച്ചുവെങ്കിലും അതിന് സർക്കാർ വഴങ്ങിയില്ല. 1957 മെയ് 8 കുടിയിറക്ക് നിരോധന ബില്ല് നിയമമായി. ഈ നിയമം വന്നപാടെ സംസ്ഥാനത്തെ പല തോട്ടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ കയ്യേറ്റങ്ങൾക്ക് ശ്രമിച്ചുവെങ്കിലും അന്ന് നേതൃത്വം ഇടപെട്ട് ഈ പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. കുടിയിറക്ക് ബിൽ നിയമമായി 6 മാസങ്ങൾക്കപ്പുറം 1957 ഡിസംബർ 19 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ ആറ്റം ബോംബ് കാർഷിക ബന്ധ ബിൽ പ്രസിദ്ധപ്പെടുത്തി. കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിക്കുകയും മിച്ചഭൂമി ഭൂരഹിതർക്ക് പതിച്ചു കൊടുക്കുകയുമായിരുന്നു ഈ ബില്ലിന്റെ ഉദ്ദേശ ലക്ഷ്യം. 5 അംഗങ്ങളുടെ കുടുംബത്തിന് പരമാവധി 15 ഏക്കർ ഇരുപ്പൂനിലമോ 22 ഏക്കർ ഉരുപ്പൂനിലമോ 15 ഏക്കർ പറമ്പോ 30 ഏക്കർ തരിശുഭൂമിയോ ആണ് കൈവശം വയ്ക്കാൻ അനുവാദമുള്ളത്. കൂടുതലുള്ള ഓരോ അംഗത്തിനും 1 ഏക്കർ എന്ന കണക്കിൽ കൂടുതൽ ഭൂമി കൈവശം വയ്ക്കാം. എന്നാലും ഒരു കുടുംബത്തിന് പരമാവധി കൈവശ ഭൂമി 25 ഏക്കറിൽ കൂടരുത്. സത്യത്തിൽ ഇങ്ങനെ കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിക്കണമെന്നുള്ളത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നയമായിരുന്നു. പ്ലാനിംഗ് കമ്മീഷനും ദേശീയ വികസന കൗൺസിലും ഇതേ ആവശ്യം ആവർത്തിച്ച് ഉന്നയിച്ചിരുന്നതുമാണ്. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നും ഈ ഭൂപരിധി നിശ്ചയിക്കൽ തന്നെയാണ്. എന്നാൽ കേരളത്തിൽ ആദ്യമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത് അധികാരത്തിലെത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ ഇത് നടപ്പിലാക്കാൻ വേണ്ടി ബില്ല് സഭയിൽ അവതരിപ്പിച്ചപ്പോൾ അളവറ്റ ഭൂമി കൈവശം വെച്ച് അനുഭവിച്ചിരുന്ന സകലരുടെയും ചങ്കുപൊള്ളി. അസംബ്ലിയിൽ കഷ്ടിച്ച് 2 അംഗങ്ങളുടെ ഭൂരിപക്ഷമുണ്ട് എന്ന് കരുതി എന്തും പാസ്സാക്കാമെന്ന് കരുതുന്നത് ശരിയല്ല എന്ന് മന്നം അഭിപ്രായപ്പെട്ടു. കാർഷിക ബന്ധ ബില്ലിന് കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് അഖില കേരള കത്തോലിക്ക കോൺഗ്രസും അഭിപ്രായപ്പെട്ടു. എന്തായാലും 1958 ഏപ്രിൽ 2 ഈ കാർഷിക ബന്ധ ബിൽ സെലക്ട് കമ്മിറ്റിക്ക് അയച്ചു. ഈ ബിൽ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലിരിക്കെ തന്നെ 2 നിയമനിർമ്മാണങ്ങൾ കൂടി സഭ നടത്തുന്നു. ഒന്ന് 1958 കേരള കാർഷിക കട നിവാരണ ആക്ട്. 2 കുടിയാന്മാരുടെ ദേഹണ്ഡത്തിനുള്ള നഷ്ടപരിഹാരം നൽകുന്ന നിയമം. വിശദമായ ചർച്ചകൾക്കും തെളിവെടുപ്പിനും ശേഷം സെലക്ട് കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് 1959 മാർച്ച് 24 നിയമസഭയിൽ സമർപ്പിച്ചു. ഈ സെലക്ട് കമ്മിറ്റിയിൽ മൊത്തം 27 അംഗങ്ങൾ ഉണ്ടായിരുന്നതിൽ 14 പേരും ഭിന്നാഭിപ്രായ കുറിപ്പുകൾ അതിലെഴുതിയിരുന്നു. എന്നാൽ ഈ സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ മന്നത്ത് പത്മനാഭനും കമ്മ്യൂണിസ്റ്റ് നേതൃത്വവും തമ്മിൽ തെറ്റിക്കഴിഞ്ഞിരുന്നു. കാർഷിക ബന്ധ ബിൽ പൊളിച്ചെഴുതിയേ പറ്റൂ എന്ന് 1958 മെയ് മാസം 6 മന്നം ആവശ്യപ്പെട്ടത് EMS ചെവിക്കൊണ്ടില്ല. അതിനു പുറമെ സെപ്റ്റംബറിൽ മക്കപ്പുഴ വാസുദേവൻപിള്ളയെ ദേവസ്വം ബോർഡിലേക്ക് എത്തിക്കാൻ മന്നം നടത്തിയ ശ്രമവും പാഴായി. നവംബർ 21 ആയപ്പോഴേക്കും പാലക്കാട് NSS ആവശ്യപ്പെട്ടിരുന്ന എഞ്ചിനീയറിംഗ് കോളേജ് അനുവദിക്കപ്പെടില്ല എന്നതും ഉറപ്പായി. 1959 മാർച്ച് 8 പെരുന്നയിൽ നടന്ന നായർ സമുദായ പ്രതിനിധി സമ്മേളനത്തിൽ മന്നം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ വിശേഷിപ്പിക്കുന്നത് മൂർഖൻ പാമ്പ് എന്നാണ്. ചക്ഷുശ്രവണ ഗളസ്തമാൻ ദർദുരം എന്ന് നായർ പൊതുവെ സമുദായത്തെയും വിശേഷ അവനവനെയും വിശേഷിപ്പിച്ചു. ശകുന്തളയില്ലാത്ത ശാകുന്തളം പോലെ, ആനയില്ലാത്ത ആറാട്ട് പോലെ കർഷകനെ നിർവചിക്കാത്ത കാർഷിക ബന്ധ ബില്ല് എന്ന് PSPയിലെ നാരായണക്കുറുപ്പും പരിഹാസമുയർത്തി. ഈ ബില്ല് ഭരണഘടന പൗരന് നൽകുന്ന മൗലിക സ്വത്തവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് PT ചാക്കോയും വിമർശനം ഉന്നയിച്ചു. തെങ്ങ് കശുമാവ് തോട്ടങ്ങളെ ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട CH മുഹമ്മദ് കോയ എല്ലാ ജന്മിമാരും ജന്മിമാരല്ല, സ്വന്തം വീട്ടിലെ സ്ത്രീകൾക്ക് ഉടുതുണി വാങ്ങിക്കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ജന്മിമാരും ഇവിടെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു. ഈ ബില്ലിന്റെ ഓരോ വകുപ്പിലും വിശദമായ ചർച്ചയും വോട്ടെടുപ്പുമൊക്കെ അന്ന് സഭയിൽ നടക്കുന്നു. നിരവധി ഭേദഗതികളും നിർദ്ദേശിക്കപ്പെടുന്നു. എന്നാൽ അവയിൽ മിക്കതും തമസ്കരിക്കപ്പെട്ടു. ഒടുവിൽ 1959 ജൂൺ 11 കാർഷിക ബന്ധ ബിൽ കേരള നിയമസഭ പാസാക്കി. അതിന്റെ പിറ്റേ ദിവസം തന്നെ വിമോചന സമരം ആരംഭിക്കുകയും ചെയ്തു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ വിധി നിർണ്ണയിച്ച സംഭവങ്ങളിൽ ഒന്നായിരുന്നു 1959 AICC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. UN ദേബാർ ഒഴിഞ്ഞ സ്ഥാനത്തേക്ക് ഫെബ്രുവരി 2 ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. AICC പ്രസിഡന്റായി ചുമതലയേറ്റെടുത്ത ഇന്ത്യയുടെ അജണ്ടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന ഇനം കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അട്ടിമറിയായിരുന്നു. അതിനു മുമ്പ് കേരളത്തിലെ കോൺഗ്രസിനെ സംസ്ഥാനത്തെ ജാതിമത ശക്തികളുമായി കൈകോർക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നത് ഹൈക്കമാൻഡായിരുന്നു. എന്നാൽ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിൽ അസഹിഷ്ണുവായ ഇന്ദിരാഗാന്ധി തന്നെ വന്നതോടെ സംസ്ഥാന നേതാക്കൾക്കും ഉത്സാഹമായി. അന്ധമായ പുത്രി വാത്സല്യം പിതാവിനെയും വഴിതെറ്റിച്ചു. അതോടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു. അതിനിടെ 1959 ഏപ്രിൽ കേരളത്തിലെ KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനും വട്ടമെത്തി. PT ചാക്കോയുടെ ഉറച്ച പിന്തുണയോടെ മത്സരിച്ച R ശങ്കർ KPCC പ്രസിഡന്റായി. അപ്പോഴേക്കും കേരളത്തിൽ വിമോചന സമരത്തിനുള്ള സകല സാഹചര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. പാലക്കാട് താൻ ചോദിച്ച എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടാതെ ക്ഷുഭിതനായ NSS സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭൻ കത്തോലിക്ക മതമേലധ്യക്ഷന്മാരുമായി കൈകോർത്തു. മുസ്ലിം ലീഗും സോഷ്യലിസ്റ്റ് പാർട്ടിയും അന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ തരംഗത്തോടൊപ്പം നീങ്ങി. വിദ്യാഭ്യാസ ബിൽ സഭയിൽ പാസ്സായാലും അത് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് മന്നം 1958 ഡിസംബർ 1 ആദ്യത്തെ പിടിപൊട്ടിച്ചു. 1959 ജനുവരി 3 കൊഴുവങ്കുളത്ത് നടത്തിയ പ്രസംഗത്തിൽ മന്നം വീണ്ടും അതേ ലൈനിൽ അടുത്ത പിടി കൂടി പൊട്ടിച്ചു. ജനുവരി 6 മന്നം ഒരു പടി കൂടി മുന്നോട്ട് പോയി
നായന്മാരും നായർ MLA-മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടണമെന്ന് ആഹ്വാനം ചെയ്തു. മാർച്ച് 3-ാം തീയതി പുതുക്കിയ വിദ്യാഭ്യാസ ബില്ല് നടപ്പിലാക്കരുത് എന്ന് കേരള സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ അടിയന്തര യോഗം ചേർന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മാർച്ച് 7-ാം തീയതി ചങ്ങനാശ്ശേരിയിൽ കൂടിയ അതിരൂപത വിദ്യാഭ്യാസ കൗൺസിൽ വിദ്യാഭ്യാസ ബില്ലിനെതിരെ പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചു. മാർച്ച് 24-ന് കാർഷിക ബന്ധബില്ലിന്റെ സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് നിയമസഭയ്ക്ക് മുന്നിൽ എത്തിയതും മന്നത്തിന്റെ എതിർപ്പ് രൂക്ഷമാക്കി. ഈ ഇടവം 15-ന് രാജ്യത്തെ ഒരു പ്രൈവറ്റ് വിദ്യാലയവും തുറക്കില്ല എന്ന് മന്നം മാർച്ച് 30-ന് മന്നാർക്കാട് വെച്ച് പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ ബിൽ നിയമമാക്കരുത് എന്ന് ഏപ്രിൽ 1-ാം തീയതി മാനേജർമാരുടെ ആക്ഷൻ കമ്മിറ്റി സർക്കാരിന് ഒരു അന്ത്യശാസനവും നൽകി. പട്ടവും പനമ്പള്ളിയും RSPയുടെ ത്രിദീപ് ചൗധരിയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പലരും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ ഇക്കാലത്ത് പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു. അതിനിടെ ഏപ്രിൽ 13-ന് സർക്കാർ വിളിച്ചുകൂട്ടിയ സ്കൂൾ മാനേജർമാരുടെ യോഗം NSSഉം പള്ളിക്കാരും ഒരുപോലെ ബഹിഷ്കരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുദായ വിരുദ്ധ ബില്ലിനെതിരെ സംസ്ഥാനത്തെ നായന്മാർ ഉണരണമെന്ന് മന്നം യോഗം നടത്തി ആഹ്വാനം ചെയ്തു. ഇത്രയും ആയ സ്ഥിതിക്ക് വെറുതെ ഇരുന്നാൽ പറ്റില്ല എന്ന് CPI സെക്രട്ടറി MN ഗോവിന്ദൻ നായർക്കും തോന്നി. ഏപ്രിൽ 18-ന് പത്രസമ്മേളനത്തിൽ MN മന്നത്തിനെതിരെ ആഞ്ഞടിച്ചു. സ്കൂൾ അടച്ചാൽ ഷെഡ് കെട്ടി പഠിപ്പിക്കും, വെറും 100 സ്കൂൾ മാത്രമുള്ള NSS എങ്ങനെയാണ് സംസ്ഥാനത്തെ 7000 സ്കൂളുകൾ അടപ്പിക്കുന്നത് എന്ന് അദ്ദേഹം ആ സമ്മേളനത്തിൽ ചോദിച്ചു. ഏപ്രിൽ 25-ന് ചങ്ങനാശ്ശേരി ബിഷപ്പ് മാർ മാത്യു കാവുകാട്ടുമായി മന്നം കൂടിയാലോചന നടത്തി. അന്നു തന്നെ വിദ്യാഭ്യാസ നിയമത്തിനും പാഠപുസ്തകങ്ങളിലൂടെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രചാരണങ്ങൾക്കുമെതിരെ പ്രക്ഷോഭം നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ബിഷപ്പിന്റെ ഇടയലേഖനവും പ്രത്യക്ഷപ്പെട്ടു. ഏപ്രിൽ 27-ന് ചങ്ങനാശ്ശേരി SB കോളേജിൽ കാവുകാട്ട് തിരുമേനിയുടെ അധ്യക്ഷതയിൽ എല്ലാ കത്തോലിക്ക രൂപതകളുടെയും ഒരു പ്രതിനിധി യോഗം കൂടി വിദ്യാഭ്യാസ ആക്ടും റൂൾസും മാറ്റും വരെ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ തുറക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അതിന്റെ തൊട്ടടുത്ത ദിവസം ഏപ്രിൽ 28-ന് AICC പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി കേരളത്തിലെത്തി. കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ഇന്ദിര നിശിതമായി വിമർശിച്ചു. തങ്ങളുടെ സ്കൂളുകൾ തുറക്കുകയില്ല എന്ന യാക്കോബായ സഭയുടെ തീരുമാനവും അന്ന് തന്നെ വന്നു. തിരുവനന്തപുരം രൂപതയും അതേ തീരുമാനത്തിലേക്ക് എത്തി. ഹിന്ദു സ്കൂളുകൾ തുറക്കുന്നതല്ല എന്ന് മന്നത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഏപ്രിൽ 30-ന് തീരുമാനിച്ചു. മാർത്തോമ CSI സഭകളും ഇതേ തീരുമാനത്തിലേക്ക് താമസിയാതെ എത്തി. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗവും സമരത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രമേയം പാസാക്കി. അതിനിടെ മെയ് 14-ന് കേരളം സന്ദർശിച്ച ജയപ്രകാശ് നാരായണൻ കൂടി ഈ ബില്ലിനെ വിമർശിച്ചതോടെ എല്ലാം പൂർത്തിയായി. അപ്പോഴേക്കും കേരളത്തിന്റെ ക്രമസമാധാന നില താറുമാറായി കഴിഞ്ഞിരുന്നു. വിമോചന സമരത്തിന്റെ കാളമേഘങ്ങൾ അന്തരീക്ഷത്തെ ഗ്രസിച്ചു കഴിഞ്ഞിരുന്നു. കുറുവടിയും കമ്മട്ടിപ്പത്തലുമായി ക്രിസ്റ്റഫർമാർ രംഗത്തെത്തി. അവരെ നേരിടാനായി കമ്മ്യൂണിസ്റ്റ് വളണ്ടിയർമാരും ആയുധസജ്ജരായി. നാട്ടിൽ വളർന്നുവരുന്ന ഹിംസാശക്തിക്കെതിരെ അപ്പോൾ കോൺഗ്രസിലെ അവശേഷിച്ചിരുന്ന ഒരേ ഒരു ഗാന്ധിയൻ, സാക്ഷാൽ കേളപ്പജി, ഒരു ഗാന്ധിയന്റെ പക്കലുള്ള ഒരേ ഒരു ആയുധമായ സത്യാഗ്രഹവുമായി ഇറങ്ങി പുറപ്പെട്ടു. മെയ് 24-ന് മന്നത്തിന്റെ പേക്കോലം എഴുന്നള്ളിച്ച് കോട്ടയത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വൻ പ്രകടനം നടന്നു. MN നാട് ഭരിക്കട്ടെ, മന്നം തൂങ്ങിച്ചാവട്ടെ എന്ന് അവർ ആർത്തു വിളിച്ചു. അതിനിടെ സ്കൂൾ തുറക്കുന്നത് ജൂൺ 1-ാം തീയതിയിൽ നിന്ന് 15-ാം തീയതിയിലേക്ക് നീട്ടിക്കൊണ്ട് ഉത്തരവിറങ്ങി. സർക്കാർ പരാജയഭീതി കൊണ്ടാണ് സ്കൂൾ തുറക്കുന്നത് നീട്ടിയത് എന്ന് സമരക്കാർ പാടി നടന്നു. ഈ സമയം അത്രയും നിയമസഭ സമ്മേളിച്ച് കാർഷിക ബന്ധ ബിൽ കമ്പോട് കമ്പ് ചർച്ച ചെയ്ത് ഓരോ വകുപ്പും ഉപവകുപ്പും വോട്ടിലിട്ട് തീരുമാനിക്കുന്ന തിരക്കിലായിരുന്നു. ഒടുവിൽ ജൂൺ 11-ന് ബിൽ പാസ്സായി. 4 മാസം നീണ്ട നിയമസഭാ സമ്മേളനത്തിനും അതോടെ തിരശ്ശീല വീണു. ജൂൺ 12-ാം തീയതി അഖില കേരള അടിസ്ഥാനത്തിൽ ആഹ്വാനം ചെയ്യപ്പെട്ട ഒരു ഹർത്താലോടെ വിമോചന സമരത്തിന്റെ യവനിക ഉയർന്നു. അന്നേ ദിവസം ദീപിക ഒരിക്കൽ കൂടി മുഖപ്രസംഗ കോളം കാലിയാക്കിയിട്ടു. എന്നാൽ ഒഴിഞ്ഞുകിടന്ന കോളത്തിനു മുകളിൽ ഉദ്ധരിച്ചിരുന്ന ബൈബിൾ വചനം ശരിക്കും വാചാലമായിരുന്നു. എന്തെന്നാൽ അവർ നന്മ ചെയ്യാൻ ഓർത്തില്ല. അവർ ദരിദ്രനെയും എളിയവനെയും മനോവ്യതയിൽ ഇരുന്നവനെയും മരണപര്യന്തം പീഡിപ്പിച്ചു. ജൂൺ 12-ാം തീയതിയിലെ ഹർത്താൽ വൻ വിജയമായിരുന്നു. സംസ്ഥാനത്ത് ആകെ നടന്ന പൊതുയോഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെ KPCC തയ്യാറാക്കിയ കുറ്റപത്രം വായിച്ചു പാസാക്കി. 37 ഇനങ്ങളുള്ള കുറ്റപത്രം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അതിനാൽ നാട്ടുകാരുടെ ഈ യോഗം ഈ മന്ത്രിസഭയ്ക്ക് തുടർന്ന് ഭരിക്കാൻ അവകാശമില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. അവർ ഉടനെ രാജിവെച്ചൊഴിയുന്നില്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്തതും സമാധാനപൂർവകവുമായിട്ടുള്ളൊരു വിമോചന സമരത്തിന് നാം പ്രതിജ്ഞ ചെയ്യുന്നു. ഈശ്വരൻ നമ്മളെ സഹായിക്കട്ടെ. പുത്തരിക്കണ്ടത്ത് നടന്ന വമ്പിച്ച പൊതുയോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങാതെ ഈ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് PT ചാക്കോയും സംശയലേശമെന്നെ പ്രഖ്യാപിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് സർക്കാർ രാജിവെച്ച് ഇറങ്ങിപ്പോകാത്ത പക്ഷം 1959 ജൂൺ 23-ാം തീയതി ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്തംഭിപ്പിക്കുമെന്ന് KPCC പ്രസിഡന്റ് R ശങ്കറും പ്രഖ്യാപിക്കുന്നു. ജൂൺ 13-ന് തന്നെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടും ഒരു പത്രസമ്മേളനം നടത്തി. ഇതൊരു ബഹുജന പ്രക്ഷോഭമൊന്നുമല്ല, ഇതൊരു വർഗീയ പ്രക്ഷോഭമാണ്, ഞങ്ങൾ രാജിവെക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. നിയമസഭയ്ക്കകത്ത് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ജനകീയ വിശ്വാസം നശിച്ചുവെന്ന് അസന്നിഗ്ധമായി തെളിഞ്ഞാൽ ഗവൺമെന്റ് രാജിവെച്ചൊഴിയുന്ന പാരമ്പര്യമാണ് ജനാധിപത്യത്തിന്റെ മാതൃഭൂമിയായ ബ്രിട്ടനിലുള്ളതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജൂൺ 14-ാം തീയതി മലയാള മനോരമ ഒരു മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചു. അതിനിടയിൽ സമരം രക്തരൂഷിതമായി. അങ്കമാലിയിൽ വെടിപൊട്ടി.
1959 ജൂൺ 13 വൈകുന്നേരമായിരുന്നു അങ്കമാലിയിൽ വെടിപൊട്ടിയത്. 5 പേർ തൽക്ഷണം മൃതിയടഞ്ഞു. മരിച്ചവരെല്ലാം നിർധനരായിട്ടുള്ള കത്തോലിക്കരായിരുന്നു. പോലീസിന്റെ വെടിയുണ്ടകൾക്ക് നേരെ വിരുമാറ് കാട്ടി നിന്നത് കാളവണ്ടിക്കാരനും മരം വെട്ടുകാരനും ലോറി ക്ലീനറും പനമ്പ് നെയ്ത്ത് തൊഴിലാളിയുമൊക്കെ ആയിരുന്നു. മരിച്ചവരിൽ പണക്കാരൊരാളും ഇല്ലായിരുന്നു എന്ന് ചുരുക്കം. അങ്കമാലി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ മാരകായുധങ്ങളുമായി എത്തിയ വമ്പിച്ച ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടി പ്രക്ഷോഭകർക്ക് നേരെ പോലീസ് വെടിവെച്ചു എന്നതായിരുന്നു സർക്കാരിന്റെ പത്രക്കുറിപ്പ്. സർക്കാർ ഭാഷ്യത്തെ അതുപോലെ പിന്തുണയ്ക്കുന്ന റിപ്പോർട്ടിംഗ് ആണ് ജനയുഗം പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പത്രങ്ങളിൽ നിന്ന് അന്നുണ്ടായത്. എന്തായാലും വെടിവെപ്പിൽ 7 പേർ കൊല്ലപ്പെട്ടു, 30ഓളം പേർക്ക് സാരമായ പരിക്കുകളും പറ്റി. അതേസമയം നിരപരാധികളും നിരായുധരുമായിട്ടുള്ള ജനക്കൂട്ടത്തിനു നേരെ പ്രകോപനമൊന്നുമില്ലാതെ പോലീസ് വെടിവെച്ചു എന്നതായിരുന്നു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പത്രങ്ങളുടെ ഭാഷ്യം. വേണ്ടവിധം മുന്നറിയിപ്പില്ലാതെയാണ് ലാത്തിചാർജും തുടർന്ന് വെടിവെപ്പും നടത്തിയത് എന്നും വെടിവെക്കാനുള്ള കൽപ്പനയുടെ അടയാളമായി പോലീസിന്റെ പിന്നണിയിൽ നിന്നിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ പടക്കം പൊട്ടിച്ചുവെന്നും ദീനബന്ധു പത്രം റിപ്പോർട്ട് ചെയ്തു. അങ്കമാലിയാണ് കുരുതിക്കളമാവുക എന്ന് മെയ് 30 കമ്മ്യൂണിസ്റ്റ് നിയമസഭാ കക്ഷി ചീഫ് വിപ്പ് TC നാരായണൻ നമ്പ്യാർ നിയമസഭയിൽ പറഞ്ഞിരുന്നുവെന്നും അങ്കമാലിയിൽ വെടിവെപ്പുണ്ടാകുമെന്ന് AP കുര്യൻ ജൂൺ 12 ഒരു ഹോട്ടലിൽ ഇരുന്ന് പ്രവചിച്ചിരുന്നുവെന്നുമൊക്കെ മനോരമയും അച്ചുനിരത്തി. വെടിവെപ്പ് നടന്ന അധികം വൈകാതെ തന്നെ അങ്കമാലി പ്രദേശമാകെ ശോകമുഖമായി. പനമ്പള്ളിയും മത്തായി മാഞ്ഞൂരാനും വടക്കനും വെല്ലിംഗ്ടണും ഉശിരൻ അനുശോചന പ്രസംഗങ്ങൾ നടത്തി. ഈ രാജ്യത്തുള്ള അച്ഛനമ്മമാരും ഭാര്യമാരും കുഞ്ഞുങ്ങളും വിളിച്ചു പറയുകയാണ്, EMSയെ നിർത്തൂ, ഇനിയെങ്കിലും ഒന്ന് നിർത്തൂ എന്ന് ജൂൺ 16 മുഖ്യമന്ത്രിയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് കൗമുദി ഒരു ഗംഭീര മുഖപ്രസംഗവും എഴുതി. 300-ൽ പരം കാറുകളുടെയും 10,000-കണക്കിന് ആളുകളുടെയും അകമ്പടിയോടെ മൃതദേഹങ്ങൾ അങ്കമാലിയിൽ തിരികെ കൊണ്ടുവന്നു. മരിച്ചവരാരും തന്നെ അങ്കമാലിക്കാരായിരുന്നില്ല എങ്കിലും സെന്റ് ജോർജ് ഫൊറാന പള്ളിയിൽ ഒറ്റയടിക്ക് 7 കല്ലറ തീർത്ത് രക്തസാക്ഷികളെ അവിടെ അടക്കി. അമ്മയെ ഞങ്ങൾ മറന്നാലും അങ്കമാലി മറക്കില്ല എന്ന് അവിടെ തടിച്ചുകൂടിയ ആൾക്കൂട്ടം ദിക്കുപൊട്ടുമാർ ഉച്ചത്തിൽ ആർത്തു വിളിച്ചു. ഈ സംഭവത്തിന് പിന്നാലെ വിമോചന സമരക്കാരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി അങ്കമാലി പള്ളിയും സെമിത്തേരിയും മാറി. അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ സോദരരുണ്ടെങ്കിൽ കല്ലറയാണേ കട്ടായം, പകരം ഞങ്ങൾ ചോദിക്കുമെന്ന മുദ്രാവാക്യം കേരളമാകെ അലയടിച്ചു. അങ്കമാലി വെടിവെപ്പ് കഴിഞ്ഞ 2-ാം ദിവസം തിരുവനന്തപുരം ജില്ലയിൽ 2 വെടിപൊട്ടി. തിരുവനന്തപുരം നഗരാതിർത്തിക്ക് അകത്ത് വെട്ടുകാടും നെയ്യാറ്റിൻകര താലൂക്കിലെ പുല്ലുവിളയിലും. ആകെ രക്തസാക്ഷികൾ 5. സ്കൂളുകൾ തുറക്കേണ്ടിയിരുന്ന ദിവസമായിരുന്നു ജൂൺ 15. സ്കൂൾ തുറക്കേണ്ടത് സർക്കാരിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ആവശ്യവും തുറക്കാതെ നോക്കേണ്ടത് കത്തോലിക്ക സഭയുടെയും NSSന്റെയും അഭിമാന പ്രശ്നവുമായിരുന്നു. അപ്പോഴേക്കും കത്തോലിക്കരും നായന്മാരും സ്കൂളുകൾ പിക്കറ്റ് ചെയ്തു. പോലീസ് പരക്കെ ലാത്തി വീശി. മാധവപുരം സ്കൂളിൽ നടന്ന പിക്കറ്റിങ്ങിനെ തുടർന്നാണ് വെട്ടുകാട് സംഘർഷാവസ്ഥയുണ്ടായത്. വെട്ടുകാട് ലത്തീൻ കത്തോലിക്കർക്ക് ഭൂരിപക്ഷമുള്ള മത്സ്യത്തൊഴിലാളി മേഖലയാണ്. പിക്കറ്റിങ്ങിന്റെ ഭാഗമായി അവിടെ കല്ലേറുണ്ടായി. പോലീസ് ലാത്തി ചുഴറ്റി ഫലമില്ലെന്ന് കണ്ട് വെടിവെച്ചു. 2 പേർ, 50-കാരനായ മൈക്കൽ ഫെർണാണ്ടസും 21-കാരനായ ജോൺ നെറ്റോയും തൽക്ഷണം മരിച്ചു. മരിയൻ എന്നൊരാൾ ആശുപത്രിയിൽ വെച്ചും മരണത്തിന് കീഴടങ്ങി. നെയ്യാറ്റിൻകര താലൂക്കിലെ ഒരു കടലോര ഗ്രാമമാണ് പുല്ലുവിള. ഇവിടെയും ഭൂരിപക്ഷം ലത്തീൻ കത്തോലിക്കരായ മത്സ്യത്തൊഴിലാളികൾ തന്നെ. കത്തോലിക്ക സഭയുടെ വകയായ ലിയോ 13th UP സ്കൂളും സെന്റ് മേരീസ് LP സ്കൂളും അന്ന് തുറന്നതേയില്ല. മുഹമ്മദൻസ് ഗവൺമെന്റ് LP സ്കൂൾ തുറന്നു. അക്രമാസക്തരായ കത്തോലിക്കർ പിക്കറ്റിംഗ് തുടങ്ങി. ഹെഡ്മാസ്റ്റർ പോലീസ് സംരക്ഷണത്തിലുള്ള അപേക്ഷ നേരത്തെ തന്നെ കൊടുത്തിരുന്നു. നെയ്യാറ്റിൻകര സബ് ഇൻസ്പെക്ടറും പാർട്ടിയും പാഞ്ഞെത്തി. പോലീസിന് ആവേശം പകരാൻ സ്ഥലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. പിക്കറ്റിംഗ് നടത്തുന്നവർ കല്ലേറ് തുടങ്ങി. എണ്ണത്തിൽ കുറവായിരുന്ന പോലീസ് പാർട്ടി ആദ്യം ആകാശത്തേക്കും പിന്നീട് സമരക്കാരുടെ നേർക്കും നിറയൊഴിച്ചു. മൈക്കൽ യാക്കോബ് എന്ന 64-കാരനും യാജപ്പൻ എന്ന 46-കാരനും രക്തസാക്ഷികളായി. വെടിയേറ്റ 6 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 16-ാം തീയതി പുല്ലുവിളയിൽ ഒരു വിലാപയാത്ര നടന്നു. കുമ്പളത്ത് ശങ്കുപിള്ളിയും P. വിശ്വംഭരനും അന്ന് തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തി. പേമാരിയും കടൽക്ഷോഭവും മൂലം പട്ടിണിയിലമർന്ന കടലോര ഗ്രാമങ്ങളിൽ പുത്തൻ മുദ്രാവാക്യമൊന്ന് അലയടിച്ചുയർന്നു. ഞങ്ങളുടെ നെഞ്ചിലെ ചോരയ്ക്ക് നിങ്ങളുടെ കൊടിയുടെ നിറമെങ്കിൽ ആ ചെങ്കൊടിയാണേ കട്ടായം, പകരം ഞങ്ങൾ ചോദിക്കും. മനുഷ്യജീവൻ ഒരിക്കലും വില വാങ്ങാതെ ഹോമിക്കപ്പെട്ടിട്ടില്ല. അടർന്നു വീണ ഓരോ പടയാളിയും അവർക്കെതിരെ കാഞ്ചുവലിപ്പിച്ച ഭരണാധികാരികളെ കൊണ്ട് കണക്ക് പറിക്കാതിരിക്കുകയില്ല എന്ന് കൗമുദിയിൽ K. ബാലകൃഷ്ണനും ഉഗ്രൻ മുഖപ്രസംഗം എഴുതി. ശങ്കറിന്റെ ദിനമണിയും വിട്ടുകൊടുത്തില്ല. മാനസിക വൈകല്യങ്ങളുടെയും തകർച്ചയുടെയും പ്രതീകമായ ഒരു ഹാംലെറ്റിനെ മുഖ്യമന്ത്രി ഞങ്ങൾ ഇന്ന് ദർശിക്കുന്നു. നിങ്ങൾ വെടിവെച്ചോളൂ, ഞങ്ങൾ ചോദിക്കില്ല എന്ന് പോലീസിൽ കൊടുത്തിരുന്ന ഉറപ്പ് ഒരു പ്രേതബാധ പോലെ അദ്ദേഹത്തെ ഇന്ന് അലട്ടുന്നുണ്ടാകാമെന്ന് ശങ്കർ ദിനമണിയിൽ എഴുതി. ജൂലൈ 3-ാം തീയതി തിരുവനന്തപുരത്തിനടുത്തുള്ള ചെറിയ തുറയിൽ പോലീസ് വെടിവെച്ചു. 2 പുരുഷന്മാരും ഒരു സ്ത്രീയും മരിച്ചു വീണു. ആന്റണി സിൽവ, ലാസർ എന്നിവരായിരുന്നു മരിച്ച പുരുഷന്മാർ. മരിച്ച സ്ത്രീ 5 കുട്ടികളുടെ മാതാവും ഗർഭിണിയുമായ 30-കാരിയായ ഫ്ലോറി. പുതിയ മുദ്രാവാക്യം ഉണ്ടാകാൻ ഒട്ടും സമയം വേണ്ടി വന്നില്ല. തെക്കുതെക്കൊരു ദേശത്ത് അലമാലകളുടെ തീരത്ത് ഭർത്താവില്ല നേരത്ത് ഫ്ലോറി എന്തൊരു ഗർഭിണിയെ ചുട്ടുകരിച്ചൊരു സർക്കാരെ, ഞങ്ങളുടെ ചങ്കിലെ ചോരയ്ക്ക് നിങ്ങളുടെ കൊടിയുടെ നിറമാണെങ്കിൽ ആ ചെങ്കൊടിയാണേ കട്ടായം, പകരം ഞങ്ങൾ ചോദിക്കും എന്ന മുദ്രാവാക്യം തലസ്ഥാന നഗരിയെ വിറപ്പിച്ചു.
വെടിയേറ്റ് വീണ ഫ്ലോറിയുടെ ചിത്രം വിമോചന സമരത്തിന്റെയും പോലീസ് അതിക്രമത്തിന്റെയും മൂർത്തരൂപമായി മാറി. ജൂലൈ 26 ദീപികയിൽ സിസ്റ്റർ മേരി പനിഞ്ഞ രക്തസാക്ഷി ഫ്ലോറിയെക്കുറിച്ചൊരു കവിതയും എഴുതി. അപ്പോഴേക്കും വെടിവെപ്പിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 3000 രൂപ വീതം സഹായധനമായി സർക്കാർ അനുവദിച്ചു. വിമോചന സമരക്കാരുടെ പ്രേരണ കൊണ്ടാകാം കുടുംബാംഗങ്ങൾ ആ സംഖ്യ നിരസിച്ചു. ശവത്തിനു വില കൽപ്പിച്ച സർക്കാരിന്റെ നടപടിയിൽ വടക്കനച്ചന്റെ തൊഴിലാളി പത്രത്തിന്റെ ധാർമ്മിക രോഷം ആളിക്കത്തി. നിശ്ചിതമായ വാക്കുകളിൽ ഫാദർ വടക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ മുഖപ്രസംഗം എഴുതി. സ്കൂൾ തുറക്കേണ്ട ജൂൺ 15 സ്വകാര്യ സ്കൂളുകൾ അടഞ്ഞു തന്നെ കിടന്നു. മന്നം പൂട്ടിയ സ്കൂൾ തുറക്കാൻ MN മീശ കിളിർത്തിട്ടില്ല എന്ന മുദ്രാവാക്യവുമായി സമരക്കാർ സർക്കാർ സ്കൂളുകളെയും പിക്കറ്റ് ചെയ്തു. പലയിടത്തും കൂടിയും കുറഞ്ഞും ബലപ്രയോഗവും നടന്നു. അതിനിടെ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തെ ദേശീയ നേതാവായ SA ഡാംഗെയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം വന്നു. കോൺഗ്രസിന്റെ കുറ്റപത്രം അടിസ്ഥാനരഹിതമാണെന്നും അക്രമം ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാനാണ് ഭാവമെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും ഡാംഗെ മുന്നറിയിപ്പ് നൽകി. പ്രക്ഷോഭം ഉടനടി പിൻവലിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രമേയം വഴി ആവശ്യപ്പെട്ടു. EMS ആവട്ടെ അതിനിടയിൽ ജൂൺ 17 തത്വങ്ങൾക്കനുസരിച്ച് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്നും സമരക്കാരും കോൺഗ്രസുകാരും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും പ്രസ്താവിച്ചു. യാതൊരു കാരണവശാലും തന്റെ മന്ത്രിസഭ രാജിവെക്കില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. ഇടതുപക്ഷ പാർട്ടിയായ RSP തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങി പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്താണ് വിമോചന സമരം തുടങ്ങുന്നത്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ അവരതിൻ്റെ ഭാഗമാകാതെ മാറി നിന്നുവെങ്കിലും ആ നിലപാട് ഏറെ നാൾ തുടരാൻ RSPക്ക് സാധിക്കുന്നില്ല. നാട്ടിൽ ഇരമ്പിക്കയറുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ജനമുന്നേറ്റത്തെ കണ്ടിൽ നിന്നും അടിക്കാൻ പാർട്ടിക്ക് കഴിയില്ല എന്നും തങ്ങൾ സമരമുഖത്തേക്ക് പ്രവേശിക്കുകയാണ് എന്നും TK ദിവാകരൻ ജൂൺ 17 കൊല്ലത്ത് പ്രസ്താവിച്ചു. അതിനിടയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ദൂതനായി മുൻ AICC പ്രസിഡന്റ് UN ദേബാർ 18 കേരളത്തിലെത്തി. എരുതിയിൽ എണ്ണ പകർന്നുകൊണ്ട് ദേബാർ ജൂൺ 20 തലസ്ഥാനത്തൊരു പത്രസമ്മേളനം നടത്തി. സംസ്ഥാനത്ത് ആളിക്കത്തുന്ന ജനവികാരം പരിഗണിച്ച് പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെന്റും വേണ്ടത് ചെയ്യണമെന്ന് അദ്ദേഹം ആ പ്രസ് മീറ്റിൽ ഊന്നി പറഞ്ഞു. അന്നേ ദിവസം തന്നെ ആലപ്പുഴയിലും കായംകുളത്തും പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ ചൂരൽ പ്രയോഗം നടത്തി. പോലീസ് മർദ്ദനത്തെക്കുറിച്ചുള്ള ആവലാതികൾ അനുദിനം വർദ്ധിച്ചു വന്നു. കുട്ടനാട് പ്രദേശം സംഘർഷ മേഖലയായി. കർഷകരും കർഷക തൊഴിലാളികളും ആയുധമെടുത്ത് സംഘടിച്ചു. പോലീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശാനുസാരം അതിക്രമങ്ങൾ ആവർത്തിച്ചപ്പോൾ ഭൂവുടമകൾ നിരണം ബേബിയുടെ നേതൃത്വത്തിൽ കുറുവടി സേനയുണ്ടാക്കി തിരിച്ചടിച്ചു. ജൂൺ 3 വാരത്തിൽ തൃശൂരും പന്തളത്തും ചെങ്ങന്നൂരുമായി 3 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു. കൊല്ലപ്പെട്ടതെല്ലാം വിമോചന സമരക്കാർ. തൃശൂരിൽ അടുത്ത ദിവസം തിരിച്ചടിയുണ്ടായി. പൈലപ്പൻ എന്ന സഖാവ് നഗരമധ്യത്തിൽ കുത്തേറ്റു മരിച്ചു. ആ കേസിൽ പ്രതിയായ B വെല്ലിംഗ്ടൺ താടിയും മീശയും ക്ഷൗരം ചെയ്ത് ഒളിവിൽ പോയി. ഇതിനിടെ കമ്മ്യൂണിസ്റ്റ് ആക്രമണത്തിനെതിരെ ഫാദർ വടക്കൻ ഒരാഴ്ചയോളം നിരാഹാര സത്യാഗ്രഹം നടത്തി. 5 ലക്ഷം അംഗങ്ങളുള്ള ഒരു ശാന്തിസേന ഉണ്ടാക്കണമെന്ന് അച്ഛൻ ആഹ്വാനം ചെയ്തു. 2 ലക്ഷത്തോളം വരുന്ന യുവാക്കൾ വരും ദിനങ്ങളിൽ ശാന്തി പ്രതിജ്ഞയിൽ ഒപ്പിട്ടു. കോൺഗ്രസും ലീഗും PSPയും അച്ഛനു പിന്നിൽ അണിനിരന്നു. കുമ്പളവും പനമ്പള്ളിയും അടക്കമുള്ള നേതാക്കൾ സത്യാഗ്രഹ പന്തലിലെത്തി. 6 ദിവസം എക്സ്പ്രസ് പത്രാധിപർ K കൃഷ്ണൻ നൽകിയ നാരങ്ങാനീര് കുടിച്ച് വടക്കനച്ചൻ ഉപവാസം അവസാനിപ്പിച്ചു. ജൂൺ 20 മട്ടാഞ്ചേരിയിൽ ചേർന്ന തൊഴിലാളി നേതൃയോഗം ജൂൺ 22 മുതൽ 28 വരെ സർക്കാരിനെതിരെ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനും 29 പൊതുപണിമുടക്ക് നടത്താനും നിശ്ചയിച്ചു. അങ്ങനെ ജൂൺ അവസാനമാകുമ്പോഴേക്കും കേരളത്തിലെ രാഷ്ട്രീയ രംഗം ആകെ ഇളകി മറിഞ്ഞു. ജൂൺ 27 അന്നോളം സമരത്തിൽ നിന്ന് വിട്ടുവന്ന മുസ്ലിം ലീഗ് കൂടി വിമോചന സമരത്തിന്റെ തീച്ചൂളയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചതോടെ മലബാർ മേഖലയിലും സമരത്തിന്റെ ആരവം മുഴങ്ങി. INTUC ആഹ്വാനം ചെയ്തിരുന്ന പണിമുടക്ക് മുൻ നിശ്ചയപ്രകാരം ജൂൺ 29 തന്നെ നടന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ തൊഴിൽ സംഘടനകളും സർക്കാർ മിഷനറിയും ഒത്തുശ്രമിച്ചിട്ടും പണിമുടക്കിനെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. മറ്റു യൂണിയനുകളെല്ലാം ഒറ്റക്കെട്ടായി സമരം ചെയ്തു. കേരളം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി. ജൂൺ 29 മുതൽ RSP പിക്കറ്റിങ്ങിനിറങ്ങി. വിമോചന സമരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു വഴിത്തിരിവായിരുന്നു അത്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ മാർക്സിസം ലെനിനിസം അടിസ്ഥാന പ്രമാണമാക്കിയൊരു കക്ഷി ചെങ്കൊടി പിടിച്ച് സമരം ചെയ്യുക. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മാത്രമേ RSPക്ക് എന്തെങ്കിലും പ്രതികരണം ഉണ്ടാക്കാൻ കഴിയൂ എന്നിരിക്കലും സമരരംഗത്ത് അവർ പ്രകടിപ്പിച്ച സാഹസികത അപാരമായിരുന്നു. വ്യാഴാഴ്ചകളായിരുന്നു RSP സമരപ്രകടനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. താരതമ്യേന സമാധാനപരമായിട്ടുള്ള സത്യാഗ്രഹ മാർഗമാണ് കോൺഗ്രസും കത്തോലിക്ക നായർ പ്രമാണിമാരും സ്വീകരിച്ചിരുന്നത് എങ്കിൽ കടുത്ത നടപടികളിലായിരുന്നു RSPക്ക് കമ്പം. അവരുടെ പ്രവർത്തകനായ മുല്ലശ്ശേരി ജമാലുദ്ദീൻ ആലപ്പുഴ കലക്ടറേറ്റ് കെട്ടിടത്തിന് മുകളിൽ വലിഞ്ഞു കയറി അവിടെ ഒരു ചെങ്കൊടി കെട്ടി. അവിടെ വെച്ച് തന്നെ അയാളെ പോലീസ് പിടികൂടി കൈ തല്ലിയൊടിച്ചു. വേലി ചാടിക്കടന്ന് തിരുവനന്തപുരം കലക്ടറേറ്റിൽ പ്രവേശിച്ച് സത്യാഗ്രഹം നടത്താൻ ഒരുങ്ങിയ KC വാമദേവൻ, പൂജപ്പുര രവി എന്നീ RSP നേതാക്കളെ പോലീസ് അടിച്ച് ഇഞ്ച പരുവമാക്കി. അന്ന് ലാത്തിചാർജിന് ഉത്തരവിട്ട ജില്ലാ കളക്ടർ AS മേനോൻ ഈ അടിയുടെ ഭീകരത കണ്ട് ബോധം കെട്ട് വീണിട്ടും അടി കൊണ്ടവർക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ല. RSPയെ പിന്തുടർന്ന് KSPയും സമരത്തിനിറങ്ങി. മത്തായി മാഞ്ഞൂരാൻ എറണാകുളത്ത് അവരുടെ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. PSP നേതാവായ പൊന്നറ ശ്രീധർ തിരുവനന്തപുരത്ത് സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചു.
രണ്ടുവട്ടം അദ്ദേഹം സമരത്തിനിടയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാരാൽ ആക്രമിക്കപ്പെടുകയും ചെയ്തു. ജൂൺ 29 കൂടിയ കോൺഗ്രസ് കേന്ദ്ര പാർലമെന്ററി ബോർഡ് കേരളത്തിൽ നടക്കുന്നത് ജനമുന്നേറ്റമാണ് എന്നും തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഒരേയൊരു പോംവഴി എന്നും അഭിപ്രായപ്പെട്ടു. അതോടെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം അങ്കലാപ്പിലായി. ജൂൺ 30 ഇന്ത്യൻ എക്സ്പ്രസ് പത്രവും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ മുഖപ്രസംഗം എഴുതി. 1 മെയിൽ, ഹിന്ദുസ്ഥാൻ ടൈംസ് എന്നിവയും ഇതേ ആവശ്യം ആവർത്തിച്ചു. സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വരുന്നത് കണ്ടപ്പോൾ കോൺഗ്രസ് നേതാക്കൾ സന്തോഷിച്ചു. രാജിവെച്ച് പുറത്തുപോയില്ലെങ്കിൽ പുറത്താക്കേണ്ടി വരുമെന്ന് പനമ്പള്ളി മുന്നറിയിപ്പ് നൽകി. നിശ്ചയദാർഢ്യത്തോടുകൂടി സമരം കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ട്. സമരം ചെയ്ത് ഗവൺമെന്റിന്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കുക, കേന്ദ്രം കേരള ഗവൺമെന്റിനെ പിരിച്ചുവിടുക, ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാകാനിടയുള്ളൂ. രണ്ടായാലും ഒരൽപ്പം കാലതാമസം ഉണ്ടാകുമെന്ന് പി.ടി. ചാക്കോ ജൂലൈ 1 പ്രഖ്യാപിച്ചു. അന്ന് തന്നെ ശങ്കറിന്റെ വകയുമുണ്ടായി മറ്റൊരു പ്രഖ്യാപനം. കമ്മ്യൂണിസ്റ്റ് ദുർഭരണം ഇതാ അവസാനിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടി സമരധ്വനി മുഴക്കുക, രാജിവെച്ച് അവർ ഇറങ്ങിപ്പോകും. ഇല്ലെങ്കിലോ ശങ്ക വേണ്ട, പോംവഴി ഭരണഘടനയിലുണ്ട്. ഈ 2 പ്രസ്താവനകളോടുകൂടി സമരം വീണ്ടും ഇരമ്പി. ജൂലൈ 3 ചെറിയ തുറയിൽ വെടിപൊട്ടി. പിന്നെയും ചിലർ രക്തസാക്ഷികളായി. അതിനിടെ AKGയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് എംപിമാരുടെ ഒരു സംഘം നെഹ്റുവിനെ ഊട്ടിയിൽ ചെന്ന് കണ്ടു. സമരത്തിൽ നിന്ന് കോൺഗ്രസിനെ പിന്തിരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ കത്തോലിക്കലെ പോലെ ചില ജനവിഭാഗങ്ങളിൽ ഗവൺമെന്റിനെ പ്രതി ഉണ്ടായിട്ടുള്ള ഭയാശങ്കകൾ കണ്ടില്ലെന്ന് നടിച്ചുകൂടാ എന്നായിരുന്നു നെഹ്റുവിന്റെ പക്ഷം. AKGയുടെ സന്ദർശനത്തിന് പിന്നാലെ VR കൃഷ്ണയ്യർ നെഹ്റുവിനെ ദില്ലിയിൽ ചെന്ന് കാണുന്നു. പ്രശ്നം കണ്ടുപഠിക്കാൻ വേണ്ടി അദ്ദേഹം നെഹ്റുവിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു. നെഹ്റു ആ ക്ഷണം സ്വീകരിച്ച് ജൂൺ 22 തിരുവനന്തപുരത്ത് എത്തുമ്പോൾ 3.5 ലക്ഷം പേരെ തിരുവനന്തപുരം വിമാനത്താവളം മുതൽ രാജ്ഭവൻ വരെയുള്ള റോഡിന് ഇരുവശവും മന്ത്രിസഭ പിരിച്ചുവിടുക എന്ന പ്ലക്കാർഡുമായി അണിനിരത്തുമെന്ന് വിമോചന സമരസമിതി പ്രഖ്യാപിച്ചു. അതിനായി പണം കുറെ ഇറക്കേണ്ടി വന്നെങ്കിലും ഒടുവിൽ നെഹ്റു വന്നപ്പോൾ കാണുന്നത് ചാറ്റൽ മഴ വകവയ്ക്കാതെ പ്ലക്കാർഡുമായി റോഡരികിൽ അണിനിരന്ന പരശതം മനുഷ്യരെയാണ്. ഇത് കണ്ട് അന്തം വിട്ടുപോയ നെഹ്റു രാജ്ഭവനിലെത്തി EMSനെ കണ്ടപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം, നിങ്ങൾ ഇവരെയൊക്കെ എങ്ങനെ ശത്രുക്കളാക്കിയെന്നാണ്. KPCC പ്രതിനിധികളുമായും മന്ത്രിസഭാംഗങ്ങളുമായും നെഹ്റു പ്രത്യേകം ചർച്ചകൾ നടത്തി. കത്തോലിക്ക മത മേലധ്യക്ഷന്മാരും മറ്റു പാർട്ടി നേതാക്കളും അദ്ദേഹത്തെ കണ്ട് വിശദമായി സംസാരിച്ചു. മന്ത്രിസഭയെ കേന്ദ്രം അതിൻ്റെ സവിശേഷ അധികാരം പ്രയോഗിച്ച് പിരിച്ചുവിടണമെന്ന് പ്രതിപക്ഷം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു. നെഹ്റുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് മലയാള മനോരമ ജൂൺ 24 പതിവിന് വിരുദ്ധമായി ഇംഗ്ലീഷിൽ കേരള അജിറ്റേഷൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന തലക്കെട്ടിൽ ഒരു മുഖപ്രസംഗം എഴുതി. അതിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾ എണ്ണി പറഞ്ഞ ശേഷം ഇനിയൊരു 3 വർഷം കൂടി ഈ ഭരണം നീണ്ടു നിന്നാലുള്ള ഭവിഷ്യത്തുകളും അക്കമിട്ട് നിരത്തി. EMS മന്ത്രിസഭയോട് നെഹ്റു 3 ആവശ്യങ്ങൾ ഉന്നയിച്ചു. 1. പോലീസ് വെടിവെപ്പുകളെ പറ്റി അന്വേഷണം നടത്തണം. 2. വിദ്യാഭ്യാസ നിയമത്തിലെ വിവാദാസ്പദമായിട്ടുള്ള 11-ാം വകുപ്പ് എടുത്തു കളയണം. 3. അശോക് മേത്ത പാർലമെന്റിൽ ഉന്നയിച്ച 32 ആരോപണങ്ങളെക്കുറിച്ചും അന്വേഷിക്കണം. നെഹ്റുവിൻ്റെ ആവശ്യങ്ങൾ മന്ത്രിസഭ കൂടിയാലോചിച്ച് മറുപടി കൊടുത്തു. വെടിവെപ്പുകളെക്കുറിച്ച് അന്വേഷിക്കാം. 11-ാം വകുപ്പ് താൽക്കാലികമായി വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാം. മേത്തയുടെ ആരോപണങ്ങളെക്കുറിച്ച് കേന്ദ്രം തന്നെ അന്വേഷിക്കട്ടെ. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ മന്ത്രിസഭ രാജിവെക്കാൻ തയ്യാറാണ്. കമ്മ്യൂണിസ്റ്റ് പക്ഷം ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എങ്കിലും കോൺഗ്രസ് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ ഒരുക്കമായിരുന്നില്ല. മന്ത്രിസഭ രാജിവെക്കണം, അല്ലാത്ത പക്ഷം അതിനെ പുറത്താക്കണമെന്ന ആവശ്യത്തിൽ KPCC ഉറച്ചു നിന്നു. ജൂൺ 25 മടക്കയാത്രയ്ക്ക് വേണ്ടി വിമാനത്താവളത്തിലെത്തിയ നെഹ്റു വാർത്താലേഖകരോട് പറഞ്ഞത് കേരളത്തിൽ നടക്കുന്നതൊരു മാസ് അപ്സർജ് അഥവാ ബഹുജന മുന്നേറ്റമാണ് എന്നായിരുന്നു. ഈ സാഹചര്യത്തിൽ മന്ത്രിസഭ ന്യായമായും ചെയ്യേണ്ടത് രാജിവെച്ച് പുറത്തുപോയി ഇടക്കാല തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് എന്നതാണ് തൻ്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ കേന്ദ്രം ഇക്കാര്യത്തിൽ ഇടപെടൂ എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കേരളത്തിലേത് ബഹുജന മുന്നേറ്റമാണ് എന്ന് നെഹ്റു വിലയിരുത്തിയത് കമ്മ്യൂണിസ്റ്റുകാരെ ആരിശം കൊള്ളിച്ചു. തങ്ങളിങ്ങനെ കാര്യമായ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടും നെഹ്റു പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുക്കാത്തത് അവരെ സംശയാലുക്കളാക്കി. അതോടെ അന്തരീക്ഷം വീണ്ടും കനത്തു. പരസ്പരം വീണ്ടും പോർവിളികൾ മുഴങ്ങി. അതിനിടയിൽ മുൻ കോൺഗ്രസ് നേതാവും നിലവിൽ രാജാജിയുടെ തീവ്ര വലതുപക്ഷ പ്രസ്ഥാനമായ സ്വതന്ത്ര പാർട്ടിയുടെ നേതാവുമായിരുന്ന കുലപതി KM മുൻഷി കേരളത്തിൽ നടക്കുന്ന കോലാഹലങ്ങളെക്കുറിച്ച് അറിഞ്ഞ് 4 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി ഇവിടേക്ക് എത്തി. കമ്മ്യൂണിസ്റ്റുകാർ ഒഴികെയുള്ള സകല നേതാക്കളെയും അദ്ദേഹം നേരിൽ കണ്ട് ചർച്ചകൾ നടത്തി. മുഖ്യമന്ത്രി EMSനെ കാണാൻ അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല. പകരം PRD ഓഫീസിൽ ചെന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടി വന്നു. അതിനു പുറമെ അദ്ദേഹം കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് ചെന്ന് സാധാരണക്കാരായ പലരെയും കണ്ടും അഭിപ്രായം സ്വരൂപിക്കാൻ ശ്രമിച്ചു. ജൂലൈ 13 തിരികെ ബാംഗ്ലൂരിലെത്തിയ അദ്ദേഹം ഒരു റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി. കേരളത്തിലെ ഭരണം കുട്ടിച്ചോറായിരിക്കുകയാണ്. ഭരണഘടനയുടെ 356 അനുച്ഛേദ പ്രകാരം കേന്ദ്രം ഇടപെടണം. കുലപതിയുടെ ഈ റിപ്പോർട്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായിട്ടുള്ള ഒരു കുറ്റപത്രം തന്നെയായിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. കേരളത്തിൻ്റെ ആഭ്യന്തര അന്തരീക്ഷം അക്ഷരാർത്ഥത്തിൽ കലുഷിതമായിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ജൂൺ 29 നടന്ന സൂചനാ പണിമുടക്കിൽ 90% തൊഴിലാളികളും പങ്കെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ട്രേഡ് യൂണിയനുകളും ബാർ അസോസിയേഷനുകളും എല്ലാം വിമോചന സമരത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യമാണുള്ളത്.
ആകെയുള്ള 43 കോളേജ് യൂണിയനുകളിൽ ഒരെണ്ണം മാത്രമേ കമ്മ്യൂണിസ്റ്റ് നിയന്ത്രണത്തിലുള്ളൂ. ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും സമരപാതയിലാണ്. ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ ദിനം പ്രതി അറസ്റ്റ് വരിക്കുന്നു. ജയിലുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നതുകൊണ്ട് കശുവണ്ടി ഫാക്ടറികൾ താൽക്കാലിക തടവറകളാക്കിയിരിക്കുകയാണ്. പരക്കെ അറിയപ്പെടുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 2 സ്വതന്ത്രന്മാരുടെ പിന്തുണയിലാണ് നിലനിൽക്കുന്നത്. അവരെ രണ്ടുപേരെയും ഇപ്പോൾ മന്ത്രിമാരാക്കിയിരിക്കുകയുമാണ്. നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള ഭരണമാണ് നടക്കുന്നത് എന്ന ആക്ഷേപവും വളരെ ശക്തമാണ്. പഞ്ചവത്സര പദ്ധതികൾ പ്രകാരമുള്ള ലോണും സബ്സിഡിയും എല്ലാം പാർട്ടിക്കാർക്ക് മാത്രം കിട്ടുന്നു. കരാറുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് സഹകരണ സംഘങ്ങൾക്ക് മാത്രമാണ് അനുവദിക്കപ്പെടുന്നത്. പാർട്ടിക്കാരാണ് ഫലത്തിൽ ഭരണം നടത്തുന്നത്. പാർട്ടി സെല്ലുകളാണ് സർവശക്തൻ. ഉദ്യോഗസ്ഥരുടെ നിയമനവും സ്ഥലമാറ്റവും എല്ലാം പാർട്ടിയുടെ ഇഷ്ടപ്രകാരമാണ്. മറ്റുള്ള ട്രേഡ് യൂണിയനുകളെ അവർ ഒതുക്കുകയാണ്. ഇതിനു പുറമെ പാഠപുസ്തകങ്ങളിലൂടെ കാര്യമായിട്ടുള്ള മാർക്സിസ്റ്റ് പ്രചാരണങ്ങളും നടക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പാഠപുസ്തകങ്ങളിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ചോ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ നേട്ടങ്ങളെക്കുറിച്ചോ മിണ്ടാട്ടമില്ല. മതങ്ങളെയും സമുദായങ്ങളെയും പാഠപുസ്തകങ്ങളിൽ നിസ്സാരവൽക്കരിക്കുന്നു. സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം സ്കൂളുകളും ഇപ്പോൾ അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണുള്ളത്. ക്രമസമാധാന നില താറുമാറായിരിക്കുന്നു. കുറ്റകൃത്യങ്ങൾ ഇരട്ടിച്ചിരിക്കുന്നു. 27 മാസത്തെ ഗവൺമെന്റ് ഭരണത്തിനിടയ്ക്ക് 120 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റുകാർ അല്ലാത്തവർക്ക് സ്വൈരമായി സുരക്ഷിതമായി കഴിഞ്ഞുകൂടാൻ നിവൃത്തിയില്ല. വീട്ടിൽ കിടന്നുറങ്ങുന്നവർ പോലും വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. ജനാധിപത്യം നിലനിൽക്കണോ വേണ്ടയോ എന്നൊരൊറ്റ ചോദ്യമേ ബാക്കിയുള്ളൂ. മേൽവിവരിച്ച സാഹചര്യങ്ങളിൽ സംസ്ഥാന ഭരണം ഭരണഘടനാനുസൃതമായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് കാണുന്നു എന്നാണ് കുലപതി തന്റെ റിപ്പോർട്ട് ഉപസംഹരിക്കുന്നത്. ഈ റിപ്പോർട്ട് വന്നതോടെ രാഷ്ട്രപതി കേരള കാര്യത്തിൽ ഇടപെടാൻ സമയമായി എന്നൊരു സംസാരം അന്തരീക്ഷത്തിൽ നിറഞ്ഞു. വിമോചന സമരപാതയിലേക്ക് ഈയൊരു ഘട്ടമായപ്പോഴേക്കും കോൺഗ്രസിലെ വനിതാ നേതൃത്വത്തിന്റെ എൻട്രി ഉണ്ടായി. ജൂലൈ 18 സ്ത്രീകൾ കോട്ടയത്ത് ഒരു വമ്പിച്ച കുറ്റിച്ചൂൽ പ്രകടനം തന്നെ നടത്തി. അരിവാളല്ലത് ചുറ്റികയല്ലത് കുറ്റിച്ചൂല സർക്കാരെ എന്ന് അവർ മുദ്രാവാക്യം വിളിച്ചു. അവർക്ക് പിന്തുണയായി തലയിൽ ചട്ടി കമഴ്ത്തിക്കൊണ്ട് വിദ്യാർത്ഥികളും പ്രകടനം നടത്തി. ചട്ടിക്കഞ്ഞിക്കരിയില്ലാത്തത് ഗതികേടല്ലേ സർക്കാരെ എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം. മന്നം ചാക്കോ, ശങ്കർ പട്ടം, മമ്മദ് ഗോയ സിന്ദാബാദ് എന്നൊരു മുദ്രാവാക്യവും ആ പ്രകടനത്തിലൂടെ ജനാധിപത്യ കേരളം നാടാടെ ശ്രവിച്ചു. 1959 ജൂലൈ 9 അങ്കമാലി രക്തസാക്ഷികളുടെ കല്ലറയ്ക്ക് മുന്നിൽ നിന്ന് മന്നത്ത് പത്മനാഭൻ 7 തിരികൾ കൊളുത്തി. അങ്കമാലിയിൽ നിന്ന് കൊളുത്തിയ ജീവശിഖ തിരുവനന്തപുരം ലക്ഷ്യമാക്കി പ്രയാണം തുടങ്ങി. വഴിനീളെ കരയോഗക്കാരും കത്തോലിക്കരും അതിന് മത്സരിച്ച് സ്വീകരണം നൽകി. പുഷ്പാർച്ചനകൾ നടത്തി. ഓഗസ്റ്റ് 9 വരെ സർക്കാർ നിലനിൽക്കുന്ന പക്ഷം അന്നേ ദിവസം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തലസ്ഥാനത്തേക്കെത്തി സെക്രട്ടേറിയറ്റിൽ കടന്ന് ഭരണം സ്തംഭിപ്പിക്കുമെന്ന് സമരക്കാർ പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ MLA മാർ കൂട്ടമായിട്ട് രാജിവെക്കുമെന്നും പ്രചാരമുണ്ടായി. ജൂലൈ 6 മുതൽ കടയടച്ചുകൊണ്ട് വ്യാപാരികളും സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചു. ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ടിരുന്ന സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രം ജൂലൈ 10 KPCC പ്രസിഡന്റ് R. ശങ്കർ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിന് സമർപ്പിച്ചു. അതിൻ്റെ ഒരു പ്രതി പ്രതിപക്ഷ നേതാവ് PT ചാക്കോ ഗവർണർക്കും നൽകി. പിരിച്ചുവിടലിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് രാഷ്ട്രപതി ജൂലൈ 10 നിയമമന്ത്രി അശോക് സിംഗുമായി ചർച്ച നടത്തിയെന്ന വാർത്ത സമരക്കാരെ ആവേശം കൊള്ളിച്ചു. അന്നു തന്നെ കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് ദില്ലിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഗോവിന്ദ് വല്ലഭ് പന്തുമായും ധനകാര്യമന്ത്രി മൊറാർജി ദേശായിയുമായും സുദീർഘമായിട്ടുള്ള ചർച്ചകൾ നടത്തി. ശേഷം രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും അദ്ദേഹം നേരിൽ ചെന്ന് കണ്ടു. ഒത്തുതീർപ്പിനുള്ള അവസാന പരിശ്രമമായിരുന്നു അത്. എന്നാൽ നെഹ്റു യാതൊരു ഉറപ്പും കൊടുത്തില്ല. കേരള മന്ത്രിസഭ പിരിച്ചുവിടുമെന്നോ ഇല്ലെന്നോ അന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ല. ജൂലൈ 18 ജീവശിഖ ജാഥ തിരുവനന്തപുരത്തെത്തി. MG കോളേജ് ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ 10,000ങ്ങളോടായി മന്നം പ്രസംഗിച്ചു. മന്നത്ത് പത്മനാഭൻ നടത്തിവരുന്ന അശ്വമേധ യാഗത്തിൽ അഴിച്ചുവിട്ടിരിക്കുന്ന കുതിരയെ ആര് എവിടെ കൊണ്ട് എന്ന് കെട്ടും എന്നൊരു സംശയം ഇവിടെ ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട്. ആ സംശയം അടിസ്ഥാനരഹിതമാണ്. മന്നത്തിന്റെ കുതിരയെ ഈ തലസ്ഥാന നഗരിയുടെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന സെക്രട്ടേറിയറ്റിലുള്ള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടിന്റെ ഓഫീസ് മുറിയിൽ മന്നം തന്നെ കൊണ്ടുവന്ന് കെട്ടുമെന്ന് മന്നത്ത് പത്മനാഭൻ പ്രഖ്യാപിച്ചപ്പോൾ ആവേശഭരിതരായി അണികൾ ആർത്തു വിളിച്ചു. മന്നത്തപ്പൻ നേതാവെങ്കിൽ സമരം ഞങ്ങൾ വിജയിക്കും, മന്നത്തപ്പ നേതാവെ ധീരതയോടെ നയിച്ചോളൂ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി. തിരുവനന്തപുരത്തിന്റെ നഗരവീഥികളിലൂടെ ഘോഷയാത്രയായി നീങ്ങിയ ജനാവലിക്കൊപ്പം ഹംസരഥത്തിലേറി മന്നം രാജ്ഭവനിലെത്തി ഗവർണർ രാമകൃഷ്ണറാവുവിനെ കണ്ട് നിവേദനം സമർപ്പിച്ചു. അതിനുശേഷമുള്ള ദിനങ്ങളിൽ വിമോചന സമരം അതിന്റെ പരമകാഷ്ഠയെ പ്രാപിച്ചു. ലാത്തി ചാർജുകളും നിരോധനാജ്ഞയും നിത്യസംഭവങ്ങളായി. ജൂലൈ 27 വീണ്ടും ഒരു വെടികൂടെ പൊട്ടി. ചങ്ങനാശ്ശേരിയിൽ 2 വിദ്യാർത്ഥികൾക്ക് ആ വെടിവെപ്പിൽ സാരമായ പരിക്കുപറ്റി. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിനേറിയ ശേഷമുള്ള 8ാമത്തെ വെടിവെപ്പ്. ഇതുകൂടി കഴിഞ്ഞതോടെ ഗവർണർ രാമകൃഷ്ണറാവുവിന്റെ റിപ്പോർട്ട് കേന്ദ്രത്തിലേക്ക് ചെന്നു. സംസ്ഥാനത്തെ ഭരണനിർവഹണം താറുമാറായിരിക്കുന്നുവെന്നും ക്രമസമാധാന നില തകർന്നിരിക്കുകയാണ് എന്നുമായിരുന്നു ആ റിപ്പോർട്ട്.
ഗവർണർ റിപ്പോർട്ട് ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിന്മേൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് അധിക സമയം വേണ്ടി വന്നില്ല. സോഷ്യലിസ്റ്റായ നെഹ്റുവോ ഇടതുപക്ഷ സഹയാത്രികൻ എന്നറിയപ്പെട്ടിരുന്ന VK കൃഷ്ണമേനോനോ അന്ന് ആ തീരുമാനത്തെ എതിർത്തില്ല. എതിർത്തത് ഒരേ ഒരാൾ മാത്രം. ധനകാര്യമന്ത്രിയും കൊടിയ ഗാന്ധിയനുമായ മൊറാർജി ദേശായിക്ക് ആ തീരുമാനത്തോട് ഒട്ടും യോജിക്കാനായില്ല. രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിനും ഇക്കാര്യത്തിൽ രണ്ടു മനസ്സായിരുന്നു. പിരിച്ചുവിടുന്നതിൽ പന്തികേടുണ്ട്, ഇത് ഭാവിയിൽ ആപൽക്കരമായേക്കുമെന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയെ ഫോൺ വിളിച്ചു പറഞ്ഞു. എന്നാലും മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം ആ തീരുമാനത്തിന് തയ്യാറായി. ഒടുവിൽ ജൂലൈ 30 വിളംബരമൊരുങ്ങി. തങ്ങളുടെ വിധി എന്തെന്ന് ഇതിനോടകം കമ്മ്യൂണിസ്റ്റുകാർക്കും മനസ്സിലായിരുന്നു. ഇനിയും സംഘർഷമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പരമാവധി നിയന്ത്രണവും സംയമനവും പാലിക്കുമെന്നും VR കൃഷ്ണയ്യർ പ്രസ്താവിച്ചു. ജൂലൈ 31 വൈകിട്ട് 6 മണിക്ക് ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ച് കേരള സർക്കാരിനെ കേന്ദ്രം ഡിസ്മിസ് ചെയ്തു എന്ന വാർത്ത ആകാശവാണി ലോകത്തെ അറിയിച്ചു. ജനാധിപത്യ ക്രൂശീകരണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ അപലപിച്ചു. ജനങ്ങളുടെ അന്തിമ വിജയമെന്ന് മന്നം ആഹ്ലാദിച്ചു. അങ്ങനെ 70 ദിവസം നീണ്ടുനിന്ന വിമോചന സമരത്തിന് ഒടുവിൽ തിരശ്ശീല വീണു. പിരിച്ചുവിട്ടാലും മന്ത്രിമാർ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങി പോകരുത് എന്നൊരു അഭിപ്രായം പ്രബലമായിരുന്നുവെങ്കിലും EMS അതിനോട് യോജിച്ചില്ല. അദ്ദേഹം സെക്രട്ടേറിയറ്റ് ജീവനക്കാരോട് വിട ചോദിച്ചു. മന്ത്രിമാർ വരികയും പോവുകയും ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ കടമകൾ ഭംഗിയായി കാര്യക്ഷമമായി നിർവഹിക്കണമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ നിന്ന് മടങ്ങിപ്പോകവേ മന്ത്രിമാർക്ക് നേരെ കൂക്കിവിളികളും ചീമുട്ടയേറും നടന്നു. വിമോചന സമര സൈനികർ നാടൊട്ടുക്ക് ആഹ്ലാദ പ്രകടനം നടത്തി. എറണാകുളത്ത് സമരക്കാർ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ശവമഞ്ചമുണ്ടാക്കി കായലിൽ ഒഴുക്കി. EMS മുങ്ങിക്കോ, റഷ്യൻ കടലിൽ പൊങ്ങിക്കോ എന്ന് അവർ ആവേശത്തോടുകൂടി ആർത്തു വിളിച്ചു. കേരളത്തിലെ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ട 1959 ജൂലൈ 31 മുതൽ 1960 ഫെബ്രുവരി വരെ കേരളം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്നു. ഫെബ്രുവരിയിൽ സംസ്ഥാനം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയി. പ്രതീക്ഷിച്ചതുപോലെ കോൺഗ്രസും PSPയും മുസ്ലിം ലീഗും ചേർന്ന് മുക്കൂട്ടു മുന്നണി ഭരണത്തിലെത്തി. പട്ടം മുഖ്യമന്ത്രിയായി. വിമോചന സമരത്തിൻ്റെ അലയൊലികൾ പക്ഷേ അവിടെ കൊണ്ടും തീരുന്നില്ല. പിന്നീട് കേരളം ഇന്നും തുടരുന്ന കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. നേരത്തെ തന്നെ ഭിന്നിപ്പിലായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1964 CPI എന്നും CPM എന്നും രണ്ടായി പിളർന്നു. അതേ കൊല്ലം തന്നെ കോൺഗ്രസിൽ നിന്ന് 15 MLA അടർന്നുമാറി കേരള കോൺഗ്രസ് ഉണ്ടാക്കി. കാലാന്തരത്തിൽ വിവിധ പ്രശ്നങ്ങളുടെ പേരിൽ കോൺഗ്രസും കേരള കോൺഗ്രസും പിന്നെയും പിളർന്ന് പല കഷ്ണങ്ങളായി. കമ്മ്യൂണിസ്റ്റ് പക്ഷത്തും അന്തഛിദ്രങ്ങൾക്കും പിളർപ്പുകൾക്കും ഒരു കുറവും ഉണ്ടായില്ല. വരും വർഷങ്ങളിൽ കേരള സംസ്ഥാനം മാറി മാറി ഭരിച്ച ഇടതു വലത് ഗവൺമെൻറ്റുകൾ ഇക്കാലം അത്രയും തുടർന്നുപോയ സാമുദായിക വർഗീയ പ്രീണനങ്ങൾക്ക് തുടക്കമിട്ടത് ഇതേ വിമോചന സമരം തന്നെയാണ്. സത്യത്തിൽ കേരള സർക്കാരിനെ പിരിച്ചുവിടാൻ ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയ്ക്ക് നെഹ്റുവിന് കാര്യമായ വിമുഖതയുണ്ടായിരുന്നു. അതിന് അദ്ദേഹത്തെ നിർബന്ധിച്ചത് അന്ന് AICC പ്രസിഡന്റ് കൂടിയായ മകൾ ഇന്ദിരാഗാന്ധിയായിരുന്നു. അന്ന് ഇന്ദിരയുമായി അതിൻ്റെ പേരിൽ ഇടയുന്ന ഭർത്താവ് ഫിറോസ് ഗാന്ധി ഇന്ദിരയോട് ഈ ചെയ്യുന്നത് ശരിയല്ല, യു ആർ ബുള്ളിയിങ് പീപ്പിൾ, യു ആർ എ ഫാസിസ്റ്റ് എന്ന് മുഖത്തടിച്ച പോലെ പറയുന്നുണ്ട്. ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ആർട്ടിക്കിൾ 356 നൽകുന്ന സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും സംസ്ഥാനത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അധികാരത്തിലെത്തിച്ച മന്ത്രിസഭയെ പിരിച്ചുവിട്ട് കേന്ദ്രം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് നമ്മുടെ കേരളത്തിലായിരുന്നു. എന്നാൽ ദൗർഭാഗ്യവശാൽ അത് അവസാനത്തേതായില്ല. കേരളത്തിൽ വിജയകരമായി പ്രയോഗിക്കപ്പെട്ട ആ തന്ത്രം പിന്നീട് അങ്ങോട്ടും നിരവധി കേന്ദ്ര സർക്കാരുകൾ അവരുടെ രാഷ്ട്രീയ എതിരാളികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നേരെ എടുത്തു പായറ്റുന്നുണ്ട്. ആദ്യത്തേതും കൂട്ടി ആകെ 134 തവണയാണ് അത് ഇന്നുവരെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവമെന്ന് പിന്നീട് ഇടതു വലത് ഭേദമില്ലാതെ സകലരും വിമോചന സമരത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അന്ന് സമരത്തിൻ്റെ ഭാഗമായിരുന്ന പലർക്കും പിൽക്കാലത്ത് അതൊരു അനാവശ്യ സമരമായിരുന്നുവെന്ന് വിവേകമുദിക്കുകയും പലരും അത് പല വേദികളിലായിട്ട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് കേരളത്തിന് മുഖമുദ്രയായിട്ടുള്ള നിഷേധാത്മക രാഷ്ട്രീയത്തിൻ്റെ തുടക്കം അവിടെ നിന്നായിരുന്നുവെന്ന് നിരീക്ഷിക്കുന്നവരുണ്ട്. 1957 ഇടതു സർക്കാർ തുടങ്ങി വെച്ചതെല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ ചിത്രം ഇന്നേക്കാൾ എത്രയോ സമ്പന്നമായിരുന്നേനെ എന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നു. അപ്പോൾ ന്യായമായും ഉയരുന്ന ഒരു ചോദ്യം ഇതാണ്: കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ അനുഭവിക്കേണ്ട ജനങ്ങളിൽ വലിയൊരു വിഭാഗം എന്തുകൊണ്ട് അന്ന് സർക്കാരിനെതിരെ സമരത്തിനിറങ്ങി? ഡോക്ടർ തോമസ് ഐസക് എഴുതിയ വിമോചന സമരത്തിൻ്റെ കാണാപ്പുറങ്ങൾ എന്ന പുസ്തകം ഈ ചോദ്യത്തെ ഒരു പരിധിവരെ അഡ്രസ് ചെയ്യുന്നുണ്ട്. വിമോചന സമരത്തിന് പ്രേരണയും സഹായവും നൽകിയ വിദേശ ഇടപെടലുകളിലൂന്നി ശീതയുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പുസ്തകം അത് വിശദീകരിക്കുന്നുണ്ട്. 50കളുടെ അവസാനവും 60കളുടെ തുടക്കത്തിലും ഒരുപിടി രാജ്യങ്ങളിൽ ഇടതുപക്ഷ സർക്കാരുകൾ ഒരുമിച്ച് അധികാരത്തിലെത്തിയിരുന്നു. അതിൽ ക്യൂബ ഒഴികെയുള്ളവരെല്ലാം അട്ടിമറിക്കപ്പെട്ടു. ഇവയുടെയൊക്കെ പിന്നിൽ അമേരിക്കയുടെ ചാരസംഘടനയായിട്ടുള്ള CIA ആയിരുന്നു എന്ന് ആരോപിക്കുന്ന ലേഖനങ്ങൾ നിരവധി പിന്നീട് വന്നിട്ടുണ്ട്. സമാനമായ രീതിയിൽ EMS സർക്കാരിൻ്റെ പുറത്താക്കലിന് പിന്നിലും CIA കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് തോമസ് ഐസക് തൻ്റെ പുസ്തകത്തിൽ ആരോപിക്കുന്നത്. ഈ ആരോപണത്തെ ശരിവെക്കുന്ന ഒരു വെളിപ്പെടുത്തൽ 1978 പുറത്തു വരികയും ചെയ്തിരുന്നു.
മുൻ അമേരിക്കൻ അംബാസിഡറായിരുന്ന ഡാനിയൽ പാട്രിക് മോയ്നിഹാൻ എഴുതിയ എ ഡേഞ്ചറസ് പ്ലേസ് എന്ന മെമ്മോയറിലാണ് ഈ കുറ്റസമ്മതം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 2 തവണ CA ഇടപെട്ടിട്ടുണ്ട് എന്നും കോൺഗ്രസ് പാർട്ടിക്ക് രഹസ്യമായി ഫണ്ട് നൽകിയെന്നും അത് തന്നെ 1959 കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു ക്യാമ്പയിന് വേണ്ടി ആയിരുന്നു എന്നും ഡാനിയൽ പാട്രിക് മോയ്നിഹാൻ തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഏതു പ്രദേശത്തിന്റെ ചരിത്രവും രൂപപ്പെടുന്നത് പുരോഗമന ശക്തികളും പ്രതിലോമ ശക്തികളും തമ്മിലുള്ള സംഘർഷത്തിന്റെ പുറത്താണ്. സംഘർഷാനന്തരം ഏതെങ്കിലും ഒരു ശക്തിക്ക് പ്രാധാന്യം ലഭിക്കും. പലപ്പോഴും പുരോഗമന ശക്തികൾക്ക് മേൽക്കൈ കിട്ടുന്നതാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. പ്രതിലോമ ശക്തികളും ചരിത്രത്തിൽ മുൻകൈ നേടാറുണ്ട്. വിമോചന സമരം അങ്ങനെ മുൻകൈ നേടിയ ഒരു പ്രതിലോമ പ്രതിഭാസമാണ് എന്ന് പിയേഴ്സൺ തന്റെ പുസ്തകത്തിൽ നിരീക്ഷിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ പോരായ്മകൾ ഇല്ലായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. പാഠപുസ്തകങ്ങളുടെ പാഠ്യവൽക്കരണം കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമാക്കേണ്ടിയിരുന്നു. അതുപോലെ കാർഷിക ബന്ധ ബില്ലിലും വിദ്യാഭ്യാസ ബില്ലിലും സഭയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവ ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതായിരുന്നു. പകരം സർക്കാരിനെ വലിച്ചു താഴെയിടാനുള്ള ശ്രമങ്ങളാണ് വിമോചന സമരത്തിൽ നടന്നത് എന്നും അദ്ദേഹം എഴുതുന്നു. വിമോചന സമരത്തിന്റെ വിജയം അതിൽ പങ്കെടുത്ത സാമുദായിക ശക്തികളെ ബലപ്പെടുത്തി. തുടർന്നു വന്ന വർഷങ്ങളിലും അവർ കേരള രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങി. കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കണമെന്ന് വരെ അവർ നിശ്ചയിച്ചു തുടങ്ങി. നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പിൽ തുടങ്ങി എക്സിക്യൂട്ടീവിലെ താക്കോൽ സ്ഥാനങ്ങൾ വരെ നിശ്ചയിക്കപ്പെടുന്നതിൽ ഇന്ന് സാമുദായിക പരിഗണനകൾ വേണമെന്ന ചിന്ത സാർവത്രികമായിട്ട് വികസിപ്പിച്ചത് ഈ വിമോചന സമര പശ്ചാത്തലമാണ്. അതിൻ്റെ പരിണത ഫലങ്ങൾ ഇന്നും നമ്മുടെ നാട് അനുഭവിച്ചു വരുന്നു. മറ്റു വല്ലാത്ത കഥയുമായി ഇനി വരാം.